ഈ പരിപാവനമായ അരങ്ങിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാ ഗുരുജനങ്ങൾക്കും, ഈശ്വര ചൈതന്യം തുടിക്കുന്ന എല്ലാ മുഖങ്ങൾക്കും മുന്നിൽ ഞാൻ നമസ്കരിക്കുന്നു. ഒരു സുകൃതത്തിൻ്റെ നൈരന്തര്യമായി തന്നെയാണ് ഈ അവസരത്തെ ഞാൻ കാണുന്നത്. ഇവിടെ 12 സ്കന്ധങ്ങളുള്ള ഭാഗവതത്തിലെ 11ാമത്തെ സ്കന്ധത്തിൻ്റെ അവസാനത്തെ 2 അധ്യായങ്ങളെ അവലംബിച്ചുകൊണ്ട് യദുകുല നാശവും ഭഗവാന്റെ സ്വധാമ ഗമനവും ചർച്ച ചെയ്യാനുള്ള ഒരവസരമാണ് എനിക്കും നിങ്ങൾക്കും മുന്നിലുള്ളത്. ദിവസങ്ങളായി ഹൃദയഹാരിയായ പ്രഭാഷണങ്ങൾ, മനസ്സിനെ ഉദ്ദീപിപ്പിക്കുന്ന ചിന്താമണിമുത്തുകൾ ഏറ്റുവാങ്ങിയവരാണ് നിങ്ങൾ. 5118 വർഷത്തിന് ശേഷം ഭഗവാന്റെ പുനർദർശനത്തെ ഒരിക്കൽ കൂടി ജീവിച്ചനുഭവിക്കാനുള്ള ഒരവസരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഭഗവത സത്രത്തിൻ്റെ നാളെ അവസാനിക്കാനിരിക്കുന്ന ഈ കാലയളവിൽ അവസാനത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് നമ്മൾ. കാരണം ഈ കഥയോടുകൂടി ഭാഗവതത്തിൻ്റെ കഥാഭാഗം വർത്തമാനം, അത് എഴുതുന്ന വർത്തമാനകാലം വരെയുള്ളത് അവസാനിക്കുകയാണ്. പലതരത്തിലും ഇന്ന് നമ്മൾ ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് ഇരിക്കുന്നത്, അല്ലേ? കാലഗണന, ആധുനിക കാലഗണന പ്രകാരം ഗ്രിഗോറിയൻ കലണ്ടറിന്റെ പശ്ചാത്തലത്തിൽ ഡിസംബർ 31. 2016 വിട പറഞ്ഞുകൊണ്ട് 2017 കൈനീട്ടി സ്വീകരിക്കാനുള്ള ഒരു ചരിത്രപരമായ സംക്രമ മുഹൂർത്തത്തിലാണ് നമ്മളൊക്കെ. ഭാഗവതത്തിന്റെ കഥാഭാഗം അവസാനിപ്പിച്ചുകൊണ്ട് ഏകാദശം അവസാനിക്കുന്ന ഒരു ഇതിഹാസ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ശ്രീകൃഷ്ണന്റെ വിടവാങ്ങലോടുകൂടി കലിയുഗത്തിന് വഴിമാറിക്കൊടുത്തുകൊണ്ട് ദ്വാപരയുഗം അല്ലെങ്കിൽ ശ്രീകൃഷ്ണയുഗം അവസാനിക്കുന്ന ചരിത്ര സന്ധിയിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. ഒരു ശാപത്തിന്റെ ഇരയായി, ആ ശാപത്തിന്റെ മോചനം മരണത്തെ തിരിച്ചറിയലാണ് എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് മരണാതീതനായി ജീവിച്ച പരീക്ഷിത്ത് രാജാവിന്റെ സ്വർഗാരോഹണത്തിന് തുടക്കം കുറിക്കുന്ന ചരിത്ര മുഹൂർത്തത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നാളെ 10ാം ദിവസം അവസാനിക്കുന്ന ഈ ഭാഗവത തത്വസമീക്ഷാ സത്രത്തിന്റെ അവസാന കാലയളവിലാണ് ഞാനും നിങ്ങളും ഇവിടെ കൂടിയിട്ടുള്ളത്. ആ ഒരു ചരിത്രപരമായ സംക്രമസന്ധിയിൽ ആദ്യം വേണ്ടത് ഒരു കണക്കെടുപ്പായിരിക്കും, അല്ലേ? കർക്കിടക സംക്രാന്തിക്ക് പൊട്ടിപ്പുറത്ത് ശ്രീ ഭഗവതി അകത്ത് എന്ന് പറയുന്നത് പോലെ തിരിഞ്ഞു നോക്കി എന്തൊക്കെ ഉൾക്കൊണ്ടു, അതിലെ നെല്ലും പതിരും എന്തായിരുന്നു, എവിടെയൊക്കെയാണ് നമുക്ക് അഭാവമുള്ളത്, എവിടെയൊക്കെയാണ് പ്രഭാവമുള്ളത്, എന്ത് നേടി എന്ത് നേടാതിരുന്നു, എന്താണ് നേട്ടം എന്താണ് കോട്ടം, ഇതിനെയൊക്കെ വിലയിരുത്താൻ കൂടിയുള്ള അവസരമാണ് ഇത്തരം സംക്രമ മുഹൂർത്തങ്ങൾ. 9 ദിവസം ഇവിടെ ഇരുന്നു കൊണ്ട് എന്താണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഭക്തജനം നേടിയത്? ഭഗവതത്തിന്റെ കഥാകഥനത്തിലൂടെ, സന്ദർഭങ്ങളിലൂടെ സൂക്ഷ്മമായ രീതിയിൽ സഞ്ചരിക്കുന്ന നമ്മുടെ മനസ്സിനും സ്ഥൂലമായ രീതിയിൽ ഈ കഥ കേട്ടുപോയ നമ്മുടെ ശരീരത്തിനും എന്താണ് ഉൾക്കൊള്ളാനായത്? ഇതിന്റെ ഒരു കണക്കെടുപ്പ് നടത്തുമ്പോൾ ഒരു ആത്മാന്വേഷണമായിട്ടത് മാറുകയാണ്. നാം ആരാണ്, എന്താണ്, എവിടെ എത്തി? ഇത്തരം ചോദ്യങ്ങൾക്കും ആത്മപരിശോധനയ്ക്കും വേണ്ട ഒരു സന്ദർഭമായി ഞാൻ ഈ കാലാംശത്തെ കാണാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന് ഹൃദയാവർജകമായ ഒരു തിരിച്ചുപോക്ക്, ഈശ്വരന്റെ ഒരു തരം വിടവാങ്ങൽ, ആ തിരോധാനത്തിന്റെ സ്വധാമ ഗമനത്തിന്റെ മഹനീയമായ ഒരു ചിത്രം ഒരിക്കൽ കൂടി രുചിച്ചറിയാനുള്ള, കണ്ടറിയാനുള്ള, കേട്ടറിയാനുള്ള, ഉൾക്കൊള്ളാനുള്ള ഒരവസരം. ഭഗവാൻ വന്നത് എന്തിനാണ് എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടി വരും. കൽത്തുറുങ്കിനകത്തമ്മ
കണി കണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയൽ കാൽത്താർ വിണ്ട ദിനം വരെ കണ്ണൻ കപട ഗോപാലൻ കൈവല്യാംബുഖനാഘനൻ ചെയ്ത കാര്യം സകലതും ജഗൻ മോഹന മോഹനം ആയിരുന്നോ എന്നന്വേഷിക്കാനും ഈ അവസരം നമുക്ക് ഉപയോഗിക്കണം. എന്തായിരുന്നു ശ്രീകൃഷ്ണൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്? എവിടെയാണ് കൃഷ്ണൻ ശ്രീകൃഷ്ണനായി മാറിയത്? എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന് സമൂഹത്തിന് ചെയ്തു കൊടുക്കാനുള്ളതും കാട്ടിക്കൊടുക്കാനുമായ കർത്തവ്യങ്ങൾ? കർത്തവ്യ ലോപങ്ങളെ എങ്ങനെ കർത്തവ്യങ്ങൾ കൊണ്ട് അദ്ദേഹം ഇല്ലാതാക്കി? ഇത് മുഴുവൻ ആലോചിക്കാനല്ലോ. അപ്പൊ നമ്മൾക്ക് ഒരു തിരിച്ചു പോക്കാണ് വേണ്ടത്. ഒരു കണക്കെടുപ്പാണ് ഡിസംബർ 31 എല്ലാവരും ചെയ്യേണ്ടത്. അവിടെ ഈ സത്രത്തിനെ കുറിച്ചുള്ള ഈ സത്രത്തിലെ അനുഭവം നമ്മളിൽ ഉണ്ടാക്കിയ വ്യക്തിത്വ പരിണാമങ്ങളെ കുറിച്ചുള്ള മാനസിക പരിണാമങ്ങളെ കുറിച്ചുള്ള ഒരു കണക്കെടുപ്പ് കൂടി ആവശ്യമാണ്. ആ സ്വയം കണ്ടെത്തി മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ കണ്ടെത്താനുള്ള ഒരു സാധ്യത വരുമ്പോഴാണ് ഭാഗവതം നമ്മുടെ മുന്നിൽ ഒരു കണ്ണാടിയായിട്ട് മാറുന്നത്. ആ കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നത്, നമ്മുടെ കുറവുകളും നമ്മുടെ പരാധീനതകളും തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറത്ത്. കാരണം ഈശ്വരനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മളെ തന്നെയായിരിക്കണം. നമ്മളെ കണ്ടുകൊണ്ട് ഈശ്വരനായി നമുക്ക് മാറാൻ സാധിക്കണം. ആ തരത്തിൽ ഒരു കണ്ണാടിയായി നമ്മളെ സ്വയം അന്വേഷണത്തിന് പ്രേരിപ്പിക്കുന്ന ഭാഗവത മഹാപുരാണത്തിൽ ഏകാദശ സ്കന്ധം കഴിയുന്നത് വരെയും നമ്മൾ കാണുന്നത് ശാസ്ത്രീയമായ ചിന്തകളുണ്ട്. നമ്മുടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകളുണ്ട്. മൂല്യാധിഷ്ഠിത ജീവിതത്തെ കുറിച്ചുള്ള ചർച്ചകളുണ്ട്. സ്വഭാവ രൂപീകരണത്തെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതലായി ഇതിന്റെയൊക്കെ മേമ്പൊടിയായി ഇതിനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ കാണുന്നത് എന്താണ്? ആത്യന്തികമായ ഭക്തി. ഒരിത്തിരി മുൻപേ സ്വാമിജി ചൊല്ലിക്കേട്ട ശ്ലോകം ഉണ്ടായിരുന്നല്ലോ, ഭക്തി പരേശാനുഭവം. ഈശ്വരനെ അനുഭവ വേദ്യമാക്കി തീർക്കുന്ന ഭക്തി. ഭക്തി പരേശാനുഭവോ വിരക്തിരന്യത്ര ജൈഷത്രിക ഏകകാല എന്ന് പറയുന്നു. അവിടെ തുഷ്ടിയും പുഷ്ടിയും ഉണ്ടാക്കുന്ന ഭക്തി. ആ ഭക്തി എന്താണ്? ചൂടാണ്. മനസ്സ് പൊകഞ്ഞ് മനസ്സ് ഉഷ്ണിച്ചിട്ടാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് അങ്ങനെയാ പറയുക അല്ലേ? മനസ്സ് ഉഷ്ണിച്ചിട്ട് ഭഗവാനെ വിളിക്കുകയാണ്. ചൂടാണ്. തിരുവാതിര നക്ഷത്രം പോലെ, തീക്കട്ടത്താരം എന്നാണ് തിരുവാതിര നക്ഷത്രം. അതുപോലുള്ള തീക്കട്ടത്താരത്തിന്റെ ചൂടാണ് ഭക്തി. പക്ഷെ ആ തീയിൽ നിന്ന് എന്താ ഉണ്ടാവുക? പഞ്ചഭൂതങ്ങളെ നോക്കൂ, തീയിൽ നിന്നുണ്ടാവുന്നത് ജലമാണ്. ആ ഭക്തി മനസ്സിൽ നനവായി മാറുന്നു, സ്നേഹമായി മാറുന്നു. ത്യാഗത്തിന്റെ, സ്നേഹത്തിന്റെ, സഹതാപത്തിന്റെ, സേവന മനോഭാവത്തിന്റെ ആർദ്രത നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്ന ആ ഭക്തി കൃഷ്ണകഥയിൽ നൽകുന്നത് അതേ ഭക്തിയുടെ പാഠമാണ്. അതുകൊണ്ട് തന്നെ ഏകാദശ സ്കന്ധം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു സിലബസ് ഉണ്ട്, ജീവിതത്തിന്റെ പാഠ്യപദ്ധതി. അതിൽ ഏറ്റവും അഗാധമായ, ഏറ്റവും ടഫായിട്ടുള്ള പോർഷനാണ് ഈ ഏകാദശ സ്കന്ധം. നാളിതുവരെ പറഞ്ഞതിനെ മുഴുവൻ തത്വചിന്തയുടെ രൂപത്തിൽ ഉദ്ധവനോട് പറഞ്ഞിട്ടായാലും നവയോഗികളിലൂടെയൊക്കെ സംഗ്രഹിച്ച് ക്രോഡീകരിച്ച് ഭാഗവതത്തിന്റെ തത്വചിന്ത മുഴുവൻ ഈ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് നമ്മുടെ മുന്നില് വെച്ച് തരികയാണ് ഭാഗവതം ചെയ്യണത്. അപ്പോ ആ ഏകാദശത്തിന്റെ അവസാനം 31ാം അധ്യായത്തിലാണ്. 30ാം അധ്യായത്തിലെ യദുകുലനാശത്തിലൂടെ 31ാം അധ്യായത്തിലെ ശ്രീകൃഷ്ണന്റെ സ്വധാമഗമനം, തന്റെ ഇരിപ്പിടത്തിലേക്ക്, ആസ്ഥാനത്തിലേക്കുള്ള തിരിച്ചുപോക്ക് നമ്മൾ കാണുന്നത്. ആ വിഭാഗത്തിനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ജീവൻ മുക്തി പ്രകരണം. ഈ ജീവൻ ആ ജീവനിലേക്ക് ചേക്കേറുകയാണ്. ആത്മാവ് പരമാത്മാവിലേക്ക് ലയിച്ചു ചേരുന്ന വിലയത്തിന്റെ, വിശേഷമായ ലയത്തിന്റെ ചിത്രമാണ് മോക്ഷം, മുക്തി. ഞാനായി മാറുന്ന അവസ്ഥ, ഞാൻ ഈശ്വരനാണെന്ന് അറിയുന്ന അവസ്ഥ, ഞാനും ഈശ്വരനും ഒന്നാണെന്ന് പറയുന്ന അവസ്ഥ, ഒന്നും ചേർന്നാൽ ഉമ്മിണി വലിയ ഒന്നായി മാറുന്ന അവസ്ഥ. അതാണ് ജീവൻ മുക്തി, ജീവന്റെ മുക്തിയുടെ കാലം. അതുകൊണ്ട് തന്നെ ആ കൃഷ്ണയാത്രയെ നമ്മുടെ യാത്രയാക്കി മാറ്റാനാണ് നമ്മളൊക്കെ ശ്രമിക്കേണ്ടത്. ശ്രീകൃഷ്ണൻ ജനിച്ച് ജീവിച്ച് തിരോധാരം ചെയ്ത യാത്രയിലൂടെ ഏതൊരു മുക്തിപഥത്തിലേക്കാണോ പോയത്, ആ യാത്ര നമ്മുടെ യാത്രയാക്കി മാറ്റണം, ജീവിതയാത്ര. അതുകൊണ്ടാണ് എൻ്റെ മകൻ കൃഷ്ണനുണ്ണി കൃഷ്ണാട്ടത്തിന് പോകണം, കൃഷ്ണാട്ടത്തിന് പോയാൽ പോരാ, കൃഷ്ണനായിട്ട് ആടയണം എന്ന് പറയും. കൃഷ്ണനായി മാറാനുള്ള ഒരു അവസരമാണ് ഭാഗവതം നമ്മുടെ മുന്നിൽ വെക്കുന്നത്. ലൗകികതയിൽ നിലനിന്നുകൊണ്ട് അലൗകികതയിലേക്ക് കടക്കാനുള്ള ഒരു പദ്ധതി. ആ പദ്ധതിയില്
ആർത്തിയിൽ നിന്ന്, ആസക്തിയിൽ നിന്നുള്ള മോചനം, അറ്റാച്ച്മെന്റ്, സംഘത്തിൽ നിന്നുള്ള മോചനം, ഇന്ദ്രിയത്തിന്റെ അധീനതയിൽ നിന്നുള്ള മോചനം. ഇതിനൊക്കെ വേണ്ടത് എന്താണ്? ഇതിനൊക്കെ വേണ്ട നമ്മുടെ പാഠ്യഭാഗമാണ്. 4 കാര്യങ്ങള് ഭാഗവതം പറയുന്നുണ്ട്. പുരുഷാർത്ഥങ്ങള്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. സന്തോഷമായി ജീവിക്കുക, ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുക, സാമ്പത്തികമായി ഞെരുക്കങ്ങളില്ലാതെ ജീവിക്കുക. പക്ഷെ അതിനെയൊക്കെ ഒരു റിമോട്ട് കൺട്രോൾ പോലെ നിയന്ത്രിക്കാനുള്ള ധർമ്മബോധം കയ്യിലുണ്ടാകുക ധാർമ്മികതയിലൂടെ. നീറ്റ് ആൻഡ് ക്ലീൻ ആയി ജീവിച്ചുകൊണ്ട്, സമൂഹത്തെ തൊട്ടറിഞ്ഞ് ജീവിച്ചുകൊണ്ട്, സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങി ജീവിച്ചുകൊണ്ട്, ആർദ്രതയും സേവനവും സ്നേഹവും ത്യാഗവും കൈമുതലാക്കിക്കൊണ്ട് മുക്തിയുടെ, മോക്ഷത്തിന്റെ ഉയർച്ചയിലേക്ക് കടന്നിരിക്കുക. ഇതാണ് ഭാഗവതം പറയുന്നത്. ആ വളർച്ചയിൽ വ്യക്തി എപ്പോഴാണ് മോക്ഷത്തിലേക്ക് എത്തുന്നത്? വ്യക്തിയുടെ വികാസത്തിലൂടെ. ആ വികാസത്തിന് ശരീരത്തിന്റെ മാത്രം വികാസം പോരാ, മനസ്സിന്റെ മാത്രം വികാസം പോരാ, ബുദ്ധിയുടെ മാത്രം പുരോഗതി പോരാ. ഭഗവാൻ നമുക്ക് തരുന്നുണ്ട്. ദദാമി ബുദ്ധിയോഗം തം. ബുദ്ധി ഭഗവാൻ തരുന്നുണ്ട്. പക്ഷെ ആ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ശരീരത്തിനെ, മനസ്സിനെ ബുദ്ധിയിലൂടെ നിയന്ത്രണ വിധേയമാക്കി തീർന്നില്ല. ഈ ബുദ്ധി എന്തിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആത്മാവിനോട്. അങ്ങനെ ആത്മാവിന്റെയും വികാസം, അങ്ങനെ ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ് എന്നീ 4 ഘടകങ്ങളുടെ ക്രമാനുഗതമായ വളർച്ചയിലൂടെ പൂർണ്ണതയിലേക്ക് എത്താൻ ശ്രമിക്കലാണ് വ്യക്തിയുടെ വികാസം. ആ പൂർണ്ണത നമ്മളെ പൂർണ്ണ മനുഷ്യൻ, പൂർണ്ണ മാനവൻ എന്ന സങ്കല്പത്തിൽ എത്തിക്കുന്നു. പൂർണ്ണ മാനവൻ ആരാണ്? ഈശ്വരനാണ്. അതുകൊണ്ടാണ് തന്റെ ഈ 31-ാം അധ്യായത്തില് ഈശ്വരൻ തിരോധാനം ചെയ്ത് കൃഷ്ണൻ ശ്രീകൃഷ്ണനായി മാറുന്നത്. പൂർണ്ണ മനുഷ്യനാകുന്നത് വരെ കൃഷ്ണൻ മനുഷ്യനാകുന്നുള്ളൂ. അത് കഴിയുമ്പോ പൂർണ്ണ മനുഷ്യൻ എന്ന സങ്കല്പത്തിൽ ആത്മാവും പരമാത്മാവും ഒന്നായി, കൃഷ്ണൻ ശ്രീകൃഷ്ണനായി, വിഷ്ണുവായി മാറുമ്പോൾ പിന്നെ നിർഗുണാവസ്ഥയാണ്. പിന്നെ അദ്ദേഹം ഇവിടെ ഭൂമിയിലെ ഒരു സചേതനമായ സാന്നിധ്യമല്ല, പിന്നെ ജീവിക്കുന്നുണ്ട്. എവിടെയാ? നമ്മുടെയൊക്കെ മനസ്സിൽ. അപ്പൊ നമ്മുടെ ദൗത്യം എന്താണ്? ആ കൃഷ്ണനെ മനസ്സിൽ നിന്ന് മാറാതെ കൊണ്ട് നടക്കുക, സമൂഹത്തിൽ നിന്ന് മാറാതെ കൊണ്ട് നടക്കുക. ഈ സംസ്കാരവും രാഷ്ട്രവും ഉള്ളിടത്തോളം കാലം, ഭൂമി ഉള്ളിടത്തോളം കാലം, സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം ആ ശ്രീകൃഷ്ണൻ നമ്മോട് കൂടെ ഉണ്ടാകണം, നമ്മളിൽ ഒരാളായിട്ടുണ്ടാകണം, നമ്മുടെ ഒരു മാതൃക ചൈതന്യമായി നമ്മളോടൊപ്പം ഉണ്ടാകണം. ആ ധർമ്മത്തിന്റെ, കൃഷ്ണകർമ്മവും കൃഷ്ണധർമ്മവും ഇതാണെങ്കിൽ അതിന്റെ കഥയാണ് ഭാഗവതത്തിന്റെ കഥ. എനിക്ക് എപ്പോഴും തോന്നാറ് ഭാഗവതത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, കൃഷ്ണനെ കുറിച്ച് ആലോചിക്കുമ്പോൾ 3 ഭാഗമാണ്. ചെറുപ്പം, യൗവനകാലം, പിന്നീട് നന്നായി ബുദ്ധി വികസിച്ച തെളിഞ്ഞ ഒരു മധ്യവയസ്സ്. ആദ്യം എങ്ങനെയാ? നിശീധേ തമ ഉത്ഭൂതേ ജയമാനോ ജനാർദ്ദന. ഇരുണ്ട രാത്രിയിൽ പ്രകാശമായി കണ്ണു തുറക്കുന്ന കൃഷ്ണൻ. അവിടെയാണ് കൃഷ്ണൻ കണ്ണു തുറക്കുന്നത്. അത് കഴിഞ്ഞ് യൗവനത്തിലെത്തുമ്പോഴോ താസാമാവിരഭൂൽ ശൗരി സ്മയമാന മുഖാംബുജ പീതാംബരധര സൃഗ്വി സാക്ഷാൽ മന്മഥ. മന്മഥന്റെ പോലും മനസ്സിനെ മഥിക്കുന്നവൻ, അല്ലെങ്കിൽ മനസ്സിനെ മഥിക്കുന്ന മന്മഥൻ തന്നെയായിട്ട് എല്ലാവരെയും ആകർഷിക്കുകയാണ് കൃഷ്ണൻ ചെയ്യണത് യൗവനത്തില്. ആ ആകർഷണം താൽക്കാലികമായ ആകർഷണമല്ല, സാധാരണ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിലുള്ള താൽക്കാലികതയല്ല. ആ സന്തോഷത്തിന് ശേഷം പിന്നീടുണ്ടാകുന്ന ചെടിപ്പും മടുപ്പും അവിടെ ഉണ്ടാകുന്നില്ല. നിരന്തരമായ, സനാതനമായ, എവർലാസ്റ്റിംഗ് പെറേനിയൽ ലവ് ആൻഡ് അട്രാക്ഷൻ. ആ അട്രാക്ഷൻ, ആ ആകർഷണം അവിടെ നിലനിൽക്കുമ്പോഴാണ് ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്, തിരിച്ചു വരാതെ. ഇത് കഴിയുമ്പോഴോ ഈ രംഗത്തിൽ നമ്മൾ കാണുന്നത് സ്വധാമഗമനം. അവിടെ എങ്ങനെയാ? സംയോജ്യാത്മനിജാത്മാനം പത്മനേത്രേ ന്യമേലിയത്. അവിടെ അദ്ദേഹം ആത്മാവിനെ ആത്മാവിലേക്ക് കണ്ണടക്കുകയാണ്. അപ്പൊ കണ്ണു തുറന്ന് അവതരിച്ച കൃഷ്ണനിൽ നിന്ന് കണ്ണടച്ച് തിരോധാനം ചെയ്യുന്ന കൃഷ്ണനാണ് ഭാഗവതത്തിന്റെ എല്ലാമായ പരമ്പൊരുളായിട്ട് നമുക്ക് കഥകൾ തരുന്നത്, കഥാസന്ദർഭങ്ങൾ തരുന്നത്, ചിന്തകൾ തരുന്നത്, സംവേദനങ്ങൾ തരുന്നത്. ഇതാണ് കൃഷ്ണൻ. അപ്പൊ അങ്ങനെ ആ കൃഷ്ണൻ ധർമ്മം പറഞ്ഞ് ഭൂമിയുടെ ഭാരം കുറച്ച് ഭൂമിയുടെ ജീവിതഗതിയെ ക്രമീകരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം എവിടേക്കാ പോണത്? സ്വർഗത്തിലേക്കാണോ? അല്ല, സ്വർഗത്തിലേക്കല്ല അദ്ദേഹം പോണത്. കാരണം സ്വർഗം എന്താണ്? ലിമിറ്റഡ് സ്പേസ് ആണ്. ക്ലിപ്തപ്പെടുത്തപ്പെട്ട, സീമാബദ്ധ എന്ന് പറയുന്ന ലൈബിലിറ്റി ലിമിറ്റഡ് ആയിട്ടുള്ള അതിർത്തികളുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അത് നാശമുള്ള സ്ഥലമാണ്. ക്ലിപ്തപ്പെടുത്താത്ത അനന്തതയാണ് ഈശ്വരന്റെ ആവാസ സ്ഥലം. അതുകൊണ്ട് അദ്ദേഹം പോകുന്നത് അനന്തതയിലേക്കാണ്, വൈകുണ്ഠത്തിലേക്കാണ്. അങ്ങനെ
ജനനത്തിൽ നിന്ന് അസ്ഥി ജായതേ വർദ്ധതേ മോദതേ പരിണമതേ പരീക്ഷിയതേ എന്ന് പറയുന്ന പാരബോളമായി ജീവിച്ച് വളർന്ന് വികസിച്ച് തിരിച്ചു പോകുന്ന ആ ഒരവസ്ഥ നമ്മുടെ മുന്നിൽ മനുഷ്യനായ കൃഷ്ണൻ കാണിച്ചു തരുന്നു. ആ മനുഷ്യനായ കൃഷ്ണൻ ഈശ്വരനായ ശ്രീകൃഷ്ണനായിട്ട് രംഗം വിടുകയും ചെയ്യണം. അപ്പൊ അങ്ങനെ ഇവിടെ ഈ തന്റെ ജന്മവ്യായാമത്തിലൂടെ ഒരു ആശയ വിപ്ലവം നടത്താൻ ശ്രീകൃഷ്ണന് കഴിഞ്ഞിട്ടുണ്ട്. അത് കർമ്മധീരതയുടെ പ്രകടീകരണമായിരുന്നു. ആദർശ ജീവിതത്തിലൂടെ അനാസക്തി, ഒന്നിലും താല്പര്യമില്ലാത്തൊരവസ്ഥ, അനാസക്തി പർവമായി സ്വന്തം കാലഘട്ടത്തിന്റെ ചരിത്രം എഴുതാൻ ശ്രീകൃഷ്ണന് സാധിച്ചിട്ടുണ്ട്. ആ കൃഷ്ണയുഗം ഓർമ്മയിൽ സൃഷ്ടിക്കുകയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. ഒരിക്കൽ കൂടി പുനഃസൃഷ്ടിക്കണം. ജനനം മുതൽ അദ്ദേഹം എന്തൊക്കെയാ ചെയ്ത്? ഗ്രാമരക്ഷ, പ്രകൃതി രക്ഷ, ഗോവർദ്ധനോദ്ധാരണത്തില് പ്രകൃതി ഒരു എക്കോളജിസ്റ്റിന്റെ സമീപനാണ്. പ്രകൃതി ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് സാംസ്കാരിക വിപ്ലവം, ഹരിത വിപ്ലവം നടത്താനാണ് ശ്രീകൃഷ്ണൻ ആദ്യത്തെ കാലം ഉപയോഗിച്ചത്. അവിടെ സേവനം ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. കാളിയന്റെ കാര്യവും പിന്നെ ബാക്കി ഇവരുടെ ഈ അസുരന്മാരെയൊക്കെ നശിപ്പിച്ച് സമൂഹത്തെ രക്ഷിച്ച കഥയൊക്കെ നമുക്കറിയാം. ഒരു കൂനിപ്പെണ്ണിന്റെ നട്ടെല്ലിന് വളവ് നിവർത്തിക്കൊടുത്ത കഥ നമുക്കറിയാം. ആർദ്രമായൊരു മനസ്സ്, അതാണ് ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി നാം പൊഴിക്കവേ ഉദിക്കയാണെൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം എന്ന് പറയുന്ന സേവനത്തിലൂടെ സന്തോഷവും അതിലൂടെ പ്രകാശവും പരത്തുന്ന വ്യക്തിത്വമായി മാറുന്നത്. അത് കഴിഞ്ഞ് യൗവനത്തിലെത്തുമ്പോൾ ഞാൻ പറഞ്ഞു മന്മഥനാണ്, പ്രകൃതിയെ മുഴുവൻ ആകർഷിക്കുന്ന ഈശ്വരൻ. അത് കഴിഞ്ഞ് ഒരു മിഡിൽ ഏജ് ആകുമ്പോഴത്തേക്കോ ഗ്രാമപുര നഗര കർത്ത എന്നൊക്കെ പറയുന്ന മാതിരി ദ്വാരകയുണ്ടാക്കുന്നു. തന്റെ കയ്യിൽ വച്ച് നീട്ടിയ രാജ്യം പോലും സ്വീകരിക്കാതെ തന്റേതായ ഒരു നഗരമുണ്ടാക്കി യദുകുലത്തെ മുഴുവൻ അവിടെ കൊണ്ടുവന്നു. അവിടെ അദ്ദേഹം രാജാവാകാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെയാണ് വിനയം കാണിക്കുന്ന, തേരാളിയായി മാർഗദർശിയായി പ്രവർത്തിക്കുന്ന ഒരു ശ്രീകൃഷ്ണൻ. ആ മാർഗദർശിയായി പ്രവർത്തിക്കുന്ന ശ്രീകൃഷ്ണനാണ് ദദാമി ബുദ്ധിയോഗം തം എന്ന് പറയുന്നത്. ബുദ്ധി തരുന്നു, എല്ലാ അറിവും തകർന്ന് നിങ്ങൾ വേണമെങ്കിൽ എടുത്തോ, വിമർശ ചെയ്തത് അശേഷേണ യഥേച്ഛസി തഥാ ഗുരു എന്ന് പറയാനുള്ള നിസ്സംഗമായ തന്റെ ഇടം കാണിക്കാൻ ശ്രീകൃഷ്ണന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ കൃഷ്ണാവസാനത്തിന്റെ തിരശീലയാണ് നമ്മളിവിടെ 30-31 അധ്യായങ്ങളിൽ കാണുന്നത്. ഒരു പക്ഷേ BC 3022 ഏകദേശം ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു രംഗത്തെയാണ് നമ്മൾ പുനഃസൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കഥയാവട്ടെ എവിടെ തുടങ്ങുന്നു? ഒരു ശാപത്തിൽ നിന്ന്, പരീക്ഷത്തിന് കിട്ടിയ ഒരു ശാപത്തിൽ നിന്ന് ഏകാദശത്തിലെത്തുമ്പോഴത്തേക്കും നാം കാണുന്നത് ഒരുപാട് ശാപങ്ങൾ ഒരേ കേന്ദ്ര ബിന്ദുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ശാപങ്ങളുടെ കഥയിലേക്ക് ഒരു ശാപകഥ നീളുന്നു, പരീക്ഷത്തിന്റെ ശാപകഥ. ആ ശാപകഥ വിപ്രശാപമാണ്. ആരാണ് വിപ്രൻ? ആരാണ് ശാപം? ആരാണ് വിപ്രൻ? വിശേഷമായ ജ്ഞാനമുള്ളവനാണ് വിപ്രൻ, ജാതിയല്ല. വിശേഷമായ ജ്ഞാനമുള്ളവൻ, അറിവുള്ളവനാണ് വിപ്രൻ. ആ വിപ്രന് എങ്ങനെയാണ് ശപിക്കാൻ കഴിയുന്നത്? വിശേഷമായ ജ്ഞാനമുള്ള അറിവിന്റെ പൂർണ്ണചന്ദ്രോദയമായ ഒരു സജ്ജനത്തിന് അദ്ദേഹം സമൂഹത്തിന് കൊടുക്കുന്ന ഉപദേശങ്ങൾ നിരാകരിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന സങ്കടമാണ്. സമൂഹം നന്നാകണമെന്ന് ആഗ്രഹിച്ച്, ധർമ്മം നിലനിർത്തണമെന്ന് ആഗ്രഹിച്ച്, നന്മയും നേരും നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് അറിവുള്ളവൻ അറിവുള്ള കാര്യങ്ങളെ പരാമർശിച്ച് നിർദ്ദേശിക്കുമ്പോൾ അതിനെ വില വെക്കാതിരിക്കുന്നതാണ് നമ്മൾ കുരുത്തക്കേട് എന്ന് പറയും. അതാണ് ശാപമായിട്ട് മാറുന്നത്. എന്താണ് ശാപം? വിപരീതമായ ആശംസ, പ്രതികൂലമായ ആശംസയാണ് ശാപം. അപ്പൊ സജ്ജനങ്ങളെ നിന്ദിക്കുമ്പോൾ നമ്മൾ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുകയും തദ്വാര സജ്ജനത്തെ നിന്ദിക്കുകയും ചെയ്യുമ്പോൾ അത് ശാപമായിട്ട് മാറുകയാണ്. കാരണം അവിടെ നമ്മള് നമ്മുടെ തെറ്റായ കർമ്മത്തിൽ അള്ളിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ശാപം എങ്ങനെയാ വരുന്നത്? സ്വന്തം കർമ്മദോഷം കൊണ്ട് തന്നെയാണ് ശാപം വരുന്നത്. ഒരു ശാപം കർമ്മദോഷം ഇല്ലാതെ സംഭവിച്ചിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലെങ്കിലും കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ശാപങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ശാപം കിട്ടിക്കഴിഞ്ഞാൽ സാധാരണഗതിക്ക് എന്ത് ചെയ്യണം? ശാപമോക്ഷം. 2 തരത്തിൽ ശാപമോക്ഷത്തിന് വേണ്ടി ചെയ്യാം. ഒന്ന് ലൗകികമായ കർമ്മങ്ങളിലൂടെ, മറ്റൊന്ന് അലൗകികമായ കർമ്മങ്ങളിലൂടെ. ലൗകികമായ കർമ്മങ്ങളിലൂടെ ശാപമോക്ഷം ചെയ്യുന്നതാണ് സാമ്പന്യൊക്കെ നമ്മളുടെ ഈ പ്രകരണത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷെ പരീക്ഷിത്ത് എന്താ ചെയ്യണത്? അലൗകികമായ കർമ്മം,
മരണഭയമുണ്ടാക്കുന്ന ശാപം കിട്ടിയപ്പോൾ മരണം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മരണത്തെ കീഴടക്കി കഠോപനിഷത്തിലെ നചികേതസിനെ പോലെ മൃത്യുഞ്ജയനായി മാറുകയാണ് പരീക്ഷിച്ച് ചെയ്യുന്നത്. ഒരു മൃത്യുഞ്ജയത്തിലേക്ക് എത്തുകയാണ്. മരണഭയം അതിനെ എങ്ങനെയാ കീഴടക്കുന്നത്? എന്താണ് മരണം എന്നറിയാൻ ഈശ്വരനെ ഉപാസിക്കുക. മരണം ഈശ്വരനിലേക്ക് കടന്നിരിക്കാനുള്ള ഒരു പിൻ പോയിന്റ് ആണെങ്കിൽ, പടിവാതിലാണെങ്കിൽ, അത് മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരൻ എന്താണെന്നുള്ള തിരിച്ചറിവിലൂടെ ഞാൻ ഈശ്വരനിലേക്ക് എത്താനുള്ളവനാണെന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ടാണ് പരീക്ഷിത്ത് തന്റെ ശാപത്തെ, ആ വിധിയെ മാനിച്ച് മുന്നേറുന്നത്. തിരിച്ച് ഇപ്പുറത്തെത്തുമ്പോഴത്തേക്ക് അത് മാറുകയാണ്. 1-11 എത്തിയപ്പോഴത്തേക്ക്, 1-ാമത്തെ സ്കന്ധത്തിൽ നിന്ന് 11-ന്റെ അവസാനത്തിലെത്തിയപ്പോഴോ ഒരു ബഹളമാണ് ശാപങ്ങളിൽ. എത്ര ശാപമാണെന്ന് പറഞ്ഞാൽ പറ്റില്ല. അവിടെയാണ് നമ്മൾ യദുകുലനാശത്തിന്റെ അനിവാര്യമായ ചില അരിഷ്ടുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യദുകുലം നശിക്കുക എന്നുള്ളത് ഭഗവാനെ സംബന്ധിച്ച് അത്യാവശ്യമായിരുന്നു, അനിവാര്യമായിരുന്നു. കാരണം ഭൂമിക്ക് ഭാരം കുറയ്ക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതോദ്ദേശങ്ങളിൽ ഒന്നാണ്. കുരുക്ഷേത്ര യുദ്ധത്തിലൂടെ ഒരുപാട് പേരെ നശിപ്പിച്ചു കഴിഞ്ഞ് ഭൂമിയുടെ ഭാരം കുറച്ച ഭഗവാന് ഈ യദുക്കളെ കൂടി സംഹരിക്കണമെങ്കിൽ തന്റെ കൈകൊണ്ട് തന്നെ പറ്റുള്ളൂ, താൻ വിചാരിച്ചാലേ പറ്റുള്ളൂ. കാരണം എന്താ? ഈശ്വരൻ സംരക്ഷിച്ചു കൊണ്ടുവന്നവരാണ്, ഈശ്വര ആധീനമുള്ളവരാണ് അവര്. ഈശ്വരൻ പോയി കഴിഞ്ഞാൽ, ശ്രീകൃഷ്ണൻ പോയി കഴിഞ്ഞാൽ ഈ യദുക്കളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരാണെങ്കിലോ നമുക്ക് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാലാണ് അല്ലേ നമ്മൾക്ക് അഹങ്കാരം വരിക. സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ട് വെച്ചാൽ എപ്പോഴും നമുക്ക് തോന്നിവാസം ചെയ്യാൻ തോന്നും. ഭഗവാന്റെ പ്രേരണയിലും ഭഗവാന്റെ ആശ്രയത്വത്തിലും ജീവിച്ച് ആവശ്യത്തിൽ കൂടുതൽ അംഗീകാരം കിട്ടിക്കഴിഞ്ഞ യദുവംശത്തിന് സ്വാഭാവികമായും ഈശ്വരനെ മറക്കുന്ന അഹങ്കാരം ഉണ്ടാവുകയാണ്. ആ അഹങ്കാരം ഉണ്ടാവുമ്പോ താൻ പോണേന്റെ മുമ്പേ ഇവരെ തീർത്തിട്ടില്ലെങ്കിൽ വീണ്ടും സമൂഹത്തിന്, ഭൂമിക്ക് അത് പ്രശ്നമാണ് എന്ന തിരിച്ചറിവാണ് ശ്രീകൃഷ്ണനെ കൊണ്ട് തന്റെ തിരോധാനത്തിന് മുൻപേ യദുകുല സംഹാരത്തിലേക്ക് എത്തിക്കുന്നത്. അവിടെ നമുക്കറിയാം സാമ്പന്റെ കഥ. നിങ്ങൾ എത്രയോ പ്രാവശ്യം വായിക്കുകയും കേൾക്കുകയും ചെയ്ത കഥയാണ് അല്ലേ? മഹർഷിമാര്, നാരദ മഹർഷി, കണ്ഠ മഹർഷി, വിശ്വാമിത്ര മഹർഷി, വസിഷ്ഠ മഹർഷി തുടങ്ങി ഒരുപാട് മഹർഷിമാര് ഈ ദ്വാരകയിലേക്ക് വരുമ്പോ ആ ദ്വാരകയിലേക്ക് വരുന്ന മഹർഷിമാരെ കളിയാക്കാനുള്ള ഒരു പ്രവണത, ഏതാണ്ട് മദ്യാസക്തിയും ഒക്കെയായി ജീവിക്കുന്ന യദുകുലത്തിലെ ചെറുപ്പക്കാർക്കുണ്ടാവുകയാണ്. ആ ചെറുപ്പക്കാരുടെ പ്രതിനിധിയാണ് സാമ്പൻ, ജാമ്പവതിയിൽ ശ്രീകൃഷ്ണൻ ഉണ്ടായ മകൻ. ഈ സാമ്പനെ ഒരു സ്ത്രീവേഷം കെട്ടിക്കുകയാണ്. പുരുഷനെ സ്ത്രീവേഷം കെട്ടിക്കുന്നത് തന്നെ ഒരു വ്യക്തിത്വത്തെ ഇല്ലായ്മ ചെയ്യലാണ്. ഒരു വ്യക്തിയുടെ ലിംഗഭേദം കാണിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ ഗളച്ഛേദമാണ് യഥാർത്ഥത്തില്. അങ്ങനെ ഒരു പുരുഷനെ സ്ത്രീയാക്കി ചിത്രീകരിച്ചിട്ടാണ് ഈ മഹർഷിമാരെ കളിയാക്കുന്നത്. ഇത് ഗർഭിണിയാണ്, ബുഭ്രുവിന്റെ ഭാര്യയാണ്, ഇവളെ പ്രസവിച്ചാൽ എന്ത് കുട്ടിയാ ഉണ്ടാവുക? ത്രികാലജ്ഞാനികളായ മഹർഷിമാരോടാണ് ഈ തീക്കളി നടത്തുന്നതെന്ന് ചിന്തിക്കാനുള്ള ആ ഒരു ബുദ്ധി വൈഭവം പോലും കാണിക്കാൻ ഈ ചെറുപ്പക്കാർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ഈ ചോദ്യം ചോദിക്കുന്നത്. മറുപടിയായി കിട്ടി ചോദിച്ചു വാങ്ങിയ ശാപം സ്വന്തം പോക്കറ്റിൽ ഇട്ടുകൊണ്ട് തിരിച്ചു പോരുകയും ചെയ്യണത്. എന്താണ് മഹർഷിമാര് പറയുന്നത്? നിങ്ങളുടെ കുലം മുടിക്കുന്ന ഒരു മുസലം, ഒരു ഇരുമ്പുലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഇരുമ്പിന്റെ കഷ്ണമായിരിക്കും ഈ സ്ത്രീയുടെ ഗർഭത്തിൽ നിന്ന് കിട്ടുന്നത്. ആ വേഷം എല്ലാം മാറ്റിക്കഴിഞ്ഞ് സാമ്പനിൽ നിന്ന് ഈ ഒരു ഉലയ്ക്ക കഷ്ണം കിട്ടിയപ്പോഴാണ് ഈ കളി, എന്താണ് അടിച്ചത് കളിക്കാണെങ്കിലും കൊണ്ടത് കവിളത്താണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലായത്. അത് തീക്കളിയാണെന്ന് അവരപ്പോഴാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ചോദിക്കേണ്ടത് ശ്രീകൃഷ്ണനോടായിരുന്നു. അവർ ശ്രീകൃഷ്ണനോട് ഇത് ഡിസ്കസ് ചെയ്യുന്നേയില്ല. പകരം ബാക്കിയുള്ള, അത് ഭാരതത്തിലും ഭാഗവതത്തിലും വ്യത്യാസങ്ങളുണ്ട്, ഉഗ്രസേനോട് ബലരാമനോടൊക്കെ ചിന്തിക്കുന്നു. അവസാനം ഈ ഉലയ്ക്ക കഷണം രാഗി പൊടിച്ച ഇരുമ്പ് പൊടി സമുദ്രത്തിൽ കലക്കുകയാണ്. അപ്പൊ ഒരു കഷണം അവസാനം പൊട്ടിക്കാൻ പറ്റാതെ കിടക്കുന്നുണ്ട്, അതും കിടക്കട്ടെ സമുദ്രത്തിൽ എറിയുന്നു. ഈ കഷണമാണ് ഒരു മത്സ്യം നിന്ന് ആ മത്സ്യത്തെ പിടിച്ച് മത്സ്യത്തിൽ നിന്ന് ഈ കഷണം കിട്ടിയ വേടൻ, ജര എന്ന് പറയുന്ന വേടൻ തന്റെ അമ്പിന്റെ കൂർത്ത ഭാഗമാക്കി മാറ്റുന്നത്. തിരിച്ചിങ്ങോട്ട് വരുമ്പോഴോ ഈ കടലിലേക്ക് പോയ ഇരുമ്പ് പൊടി മുഴുവൻ ഒരു തിര വരുമ്പോ കരയിലേക്ക് അടിയുകയും അവിടെ ഏറകപ്പുല്ലുകളായി, വജ്രത്തെ പോലെ മൂർച്ചയുള്ള ഏറകപ്പുല്ലുകളായി മാറുകയും ചെയ്യുന്നു. അത് കഥയുടെ ഒരു ഭാഗം. ഇവിടെ ഈ സാമ്പന് എന്തുകൊണ്ടാണ് സാമ്പനിലൂടെ ഈ ചരിത്രം മുന്നോട്ട് പോയത്? സാമ്പന്റെ ഈ കഥ നടക്കുമ്പോ നമ്മൾ ഓർമ്മിക്കാനുള്ള മറ്റൊന്നുണ്ട്. 36 കൊല്ലങ്ങൾക്ക് മുൻപ്
ശ്രീകൃഷ്ണൻ ഹസ്തിനാപുരം വിട്ടു പോരുന്നതിന് മുൻപ് ഗാന്ധാരിയും ശ്രീകൃഷ്ണനുമായിട്ട് ഒരു സമാഗമം ഉണ്ടായിരുന്നു. വളരെ വിശിഷ്ടമായ ഒരു സമാഗമമാണ്. അവിടെ തന്റെ മക്കളെ മുഴുവൻ കൊന്നതിന് നേതൃത്വം കൊടുത്ത പാണ്ഡവരെ കുറ്റപ്പെടുത്തുകയോ ശപിക്കുകയോ ചെയ്യാതെ അതിനു മുഴുവൻ സന്ദർഭമുണ്ടാക്കിയ ശ്രീകൃഷ്ണനെയാണ് ഗാന്ധാരി ശപിക്കുന്നത്. ക്രൂരമായ രീതിയിൽ ശ്രീകൃഷ്ണനെ ശപിക്കുകയാണ്. എന്റെ മക്കളെ മുഴുവൻ ഇതുപോലെ ബന്ധുക്കൾ തമ്മിൽ തല്ലി ചാവാൻ ഇടവരുത്തിയതുപോലെ നിന്റെ യാദവ കുലവും തമ്മിൽ തല്ലി മരിക്കട്ടെ, നശിക്കട്ടെ എന്ന് 36 വർഷത്തിന് ശേഷം അത് സംഭവിക്കട്ടെ എന്ന് ഗാന്ധാരി ഒരു ശാപം കൊടുക്കുകയാണ്. മാത്രമല്ല, അതുപോലെ മോശമായ രീതിയിൽ നിനക്കും മരണമുണ്ടാകട്ടെ. അത് കേട്ടപ്പോഴും ശ്രീകൃഷ്ണൻ ചെയ്യുന്നത് ചിരിക്കുകയാണ്. കാരണം അമ്മേ എന്നാണ് വിളിക്കണം. അതെ അമ്മേ, ഇത് ഞാൻ ചെയ്യാൻ അല്ലെങ്കിൽ ഉദ്ദേശിച്ചതാണ്. അമ്മയുടെ ശാപം കൊണ്ട് അത് എനിക്ക് കുറച്ച് എളുപ്പമായി തന്നു, അത്രയേ ഉള്ളൂ. ഇവിടെ ഈ സാമ്പൻ ഈ ഒലയ്ക്ക പൊടിക്കാൻ ഏർപ്പാടാക്കി എന്ന് പറഞ്ഞ സാമ്പനും സുഹൃത്തുക്കളും ഈ ഒലയ്ക്ക് പൊടിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലൗകികമായിട്ട് ശാപമോക്ഷത്തിന് ശ്രമിക്കാം, അലൗകികം. ഇവിടെ ലൗകികം ധൈഷണികമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ബുദ്ധിയാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ആ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്, ഈശ്വരനെ ഉദ്ദേശിക്കുന്നേ ഇല്ല. അതുകൊണ്ടാണ് ധൈഷണികമായ രീതിയിൽ ഒരു ശാപമോക്ഷത്തിന് ശ്രമിക്കുന്നത്, പ്രതിവിധിക്ക് ശ്രമിക്കുന്നത്. കൃഷ്ണനാണെങ്കില് ഈ ആൾക്കാരെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഇവിടെയുള്ള യാദവര് മുഴുവൻ ദേവാംശഭൂതരാണ്. തന്നോടൊപ്പം ഇവരും തിരിച്ചു പോകേണ്ടവരാണ്. അപ്പൊ ഇതിന്റെ ഒരു സാഹചര്യം ഒരുക്കാനാണ് സാമ്പന്റെ കഥ വരുന്നത്. സാമ്പൻ ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. ജാമ്പവതിയിൽ ശ്രീകൃഷ്ണൻ ഉണ്ടായ മകനാണ്. ഇതിനെക്കുറിച്ച് രുക്മിണിയും ഉഗ്രസേനനും കൂടി ഒരു സംവാദം നടക്കുന്നുണ്ട്. ഓർമ്മയുണ്ടോ? 36 കൊല്ലം മുമ്പ് ശിവനെ പോലെ ഒരു മകൻ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചത് ഓർമ്മയുണ്ടോ എന്നാണ് രുക്മിണി ചോദിക്കുന്നത്. ശിവനെ പോലെ, ശിവൻ ആരാണ്? സംഹാരമൂർത്തിയാണ്. ശിവനെ പോലെയുള്ള മകൻ എന്ന് പറഞ്ഞാൽ സംഹാരകാരകനായ ഒരു മകൻ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചതിന്റെ ബാക്കി പത്രമാണ് ജാമ്പവതിയിൽ ഉണ്ടായ സാമ്പൻ. സാമ്പൻ എന്ന് പറഞ്ഞ അർത്ഥം തന്നെ ശിവനാണ്. സാമ്പൻ ശിവനാണ്. ശിവൻ സംഹാരമൂർത്തിയാണ്. സംഹരിക്കണമെങ്കിൽ ആരുടെ സാന്നിധ്യം വേണം? ആരുടെ അനുഗ്രഹം വേണം? ആരുടെ സഹകരണം വേണം? ശിവന്റെ സഹകരണം വേണം. അതുകൊണ്ടാണ് ശിവന്റെ അതേ പേരുള്ള സാമ്പനെ ഇവിടെ നമ്മൾ കാണുന്നത്. അതിന് ഈ തോട്ടം മുടിയൻകാലത്തെ മുച്ചീർപ്പൻ അല്ലേ? തോട്ടം മുടിയൻകാലത്തെ മുച്ചീർപ്പൻ എന്ന് പറയുന്ന മാതിരിയാണ്. സാമ്പനെ കൊണ്ടാണ് ഇത് മുഴുവൻ സംഭവിക്കുന്നത്. അപ്പോ ഈ യുവാക്കളെ പിന്നീട് പ്രശ്നം ഉണ്ടാകുമെന്ന മനസ്സിലായ ശ്രീകൃഷ്ണൻ ഇവിടെയുള്ള പുരുഷന്മാരെ മിക്കവാറും പേരെ ചെറുപ്പക്കാരെ കൂടിയിട്ട് പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകുകയാണ്. അവിടെ ചെന്ന് നമുക്ക് കുറച്ച് ആരാധനയും പ്രാർത്ഥനയും പൂജയും ഒക്കെ ചെയ്യണം. അവിടെ പോകുന്നതിന്റെ മുൻപ് ഈ ശാപം കിട്ടിയ ഉടനെ ദ്വാരകയിൽ ഒരു പ്രത്യേക കാര്യം അവർ നടപ്പാക്കി. മദ്യനിരോധം അല്ലെ? മദ്യവർജനം വേണോ നിരോധനം വേണോ എന്നൊക്കെ ഇപ്പോഴുള്ള ചർച്ച പണ്ടും ഉണ്ടായിരുന്നു. ആദ്യം ചെയ്ത് മദ്യനിരോധമാണ്. മദ്യനിരോധം നടപ്പാക്കിയ ദ്വാരകയിൽ നിന്നാണ് പ്രഭാസത്തിലേക്ക് പൂജയ്ക്ക് ഇവർ പോണത്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞ ഉടനെ എന്താ ചെയ്യണത്? രാത്രി വൈരേയകം എന്ന ഈ സംഗതി നല്ല ഉഗ്രൻ വിദേശ മദ്യം തോന്നുന്നുണ്ട്. വൈരേയകം എന്ന് പറയുന്ന ഒരു മദ്യം ഇവരെല്ലാവരും കഴിച്ച് ലക്ക് കെട്ട് കൊച്ചു 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 വർത്തമാനങ്ങളെ വിപുലീകരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ തുടങ്ങുകയാണ്. ശരിക്കും തമ്മിൽ തല്ലി ആയുധങ്ങൾ ഉപയോഗിച്ച് തല്ലുന്നു. ആയുധങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോ ഒന്നുമില്ലെന്താ, വല്ലഭന് പുല്ലും ആയുധം നല്ലേ, അവിടെ കിടക്കുന്നു കുറെ പുല്ല. ഈ ഏരകപ്പുല്ലുകൾ ഉപയോഗിച്ച് അങ്ങോട്ട് ഇത് പൊടിച്ചു കഴിഞ്ഞപ്പോ ഈ പുല്ലെന്തായി മാറി? മഹർഷി ശാപം കാരണം വജ്രസമമായ മൂർത്ത ആയുധമായിട്ട് അത് മാറുകയാണ്. അങ്ങനെ അതുകൊണ്ട് ഒരുവിധം എല്ലാവരും മരിച്ചു വീഴുകയാണ്. അപ്പൊ ഈ തമ്മിൽ തല്ല്, നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കിക്കൊണ്ട് തമ്മിൽ തല്ലി ഒരു വംശം മുട്ടിക്കുക എന്ന് പറയുന്നത് എന്തിനാണ് ഈ ഭാഗവതത്തിൽ വെച്ചത്? എന്തിനാ ഇങ്ങനെ ഒരു രംഗം? വെറുതെ അങ്ങ് നശിച്ചു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് എന്നും സംഭവിക്കുന്നതാണ്. ഒരു കുലം മുട്ടിയാൻ അതിന്റെ ഉള്ളിലുള്ളവർ തമ്മിലുള്ള സ്പർദ്ധയാണ് കാരണം. അതിന് മദ്യം ഒരു ഘടകമാകാം. അവർ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കാനുള്ള എന്തോ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കുലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമൂഹം. ആ സമൂഹം ഒരു സംസ്കാരത്തിന്റെ പ്രതീകമാണ്. ഒരു വലിയ സംസ്കാരം, ഒരുപോലെ ചിന്തിച്ച് ഒരുപോലെ ആഗ്രഹിച്ച് ഒരുപോലെ പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ വിഭാഗമാണ്. അപ്പൊ ഒരു സംസ്കാരത്തിന്റെ പ്രതീകമാണ് ആ സമൂഹം. അപ്പൊ ഒരു സംസ്കാരം നശിപ്പിക്കാൻ, ആ സംസ്കാരത്തിന്റെ പതാകവാഹകരെ തമ്മിൽ അടിപ്പിക്കാനുള്ള ഒരു തന്ത്രം ഇന്ന് നടക്കുന്നത് എന്താണ്?
ഭാരതം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക കേന്ദ്രം, ഒരു സാംസ്കാരിക ഏകകം. ഈ ഭാരതത്തിലെ ഹൈന്ദവ സംസ്കാരത്തെ നശിപ്പിക്കാൻ അതിന്റെ ഉള്ളിൽ സ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. ഭാഗവതം അന്ന് എഴുതിയത് ഇന്ന് വായിക്കുമ്പോ അന്നുണ്ടായ സാഹചര്യം ഇന്നുണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിക്കാണണം. ഇപ്പൊ വളരെ കൃത്യമായ രീതിയിൽ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ആ വിവാദങ്ങളൊക്കെ എവിടെയാ നടക്കുന്നത്? മറ്റു മതസ്ഥരുടെ ഇടയിലല്ല, ഹൈന്ദവ ആചാരങ്ങളിൽ, ഹൈന്ദവ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന, ഹൈന്ദവ ആചാരങ്ങളുടെ ഭാഗമായി വിശ്വാസവും ആചാരവും ക്ഷേത്ര ദർശനവും വിഗ്രഹപൂജയും നടത്തിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ ചില ചിന്തയുടെയോ വാദത്തിന്റെ പേരിൽ തർക്കമുണ്ടാക്കിക്കൊണ്ട് സ്പ്ലിറ്റ്, ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന സായിപ്പിന്റെ തന്ത്രം ഇന്ന് നടക്കുന്നില്ലേ? ചെറിയ ഉദാഹരണം രാഷ്ട്രീയ അല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ പറയാണ് ശബരിമല. ശബരിമലയിലെ സ്ത്രീകൾ പോകണം എന്ന് പറഞ്ഞത് ആരാണ്? ഹൈന്ദവ വിശ്വാസികളല്ല പറഞ്ഞത്. ഹൈന്ദവ വിശ്വാസമുള്ളവരല്ല പറഞ്ഞത് പോകണമെന്നുള്ളത്. സ്വന്തം ദൈവത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ പോലും ചെയ്യാത്തവരിൽ നിന്നാണ് യുവതികളായ സ്ത്രീകളെ ശബരിമലയിലേക്ക് പോകണം എന്ന ഒരാഗ്രഹം പ്രകടിപ്പിക്കപ്പെടുന്നത്. ഈ കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ എന്നല്ലേ, എനിക്ക് പോണമെന്നില്ല, പക്ഷെ നീക്ക് പോണം, അതാണോ വേണ്ടത്? അത് മാത്രമല്ല, അത് വരുമ്പോ നമ്മുടെ പെൺകുട്ടികളുടെ ഇടയില് അത് അറിയാതൊരു ചോദ്യം, എന്താ ഇപ്പം പോയാലെന്ന് ചോദിക്കുക. അതാണ് നമ്മുടെ പ്രവണത. ആദ്യത്തെ പ്രവണത എന്താ? 2 അക്ഷരം പഠിച്ച അപ്പൊ തറുതല പറയാൻ തോന്നും, എന്താ ഇപ്പൊ പോയാല്. ആ ഒരു ചോദ്യം ഉണ്ടാക്കാനാണ് ഈ വിവാദം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകണോ? ചെറുപ്പക്കാരും മുതിർന്നവരും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുന്നു. നിരീശ്വരവാദികളും ഈശ്വരവാദികളും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുന്നു. അങ്ങനെ ഹൈന്ദവ സംസ്കാരം വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ ഇടയിൽ അനാവശ്യമായ വിവാദങ്ങളിലൂടെ തമ്മിൽ തല്ലുണ്ടാക്കിയാൽ എന്താ സംഭവിക്കുക? ആ സംസ്കാരം തകരാനുള്ള സാധ്യത, ആ സമൂഹം തകരാനുള്ള സാധ്യത. ഒരു രാഷ്ട്രത്തിന്റെ സനാതന സംസ്കാരത്തിന്റെ ആണിക്കല്ലളക്കണമെങ്കിൽ ആ സംസ്കാരത്തിന്റെ മാനബിന്ദുക്കളെ തകർക്കണമെന്ന് കണ്ടുപിടിച്ചവരപ്പുറത്തുണ്ട്. അവരാണ് ഇതിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ വിവാദത്തിനെ എങ്ങനെ സോൾവ് ചെയ്യാം? ഒന്ന്, പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഭക്തകളായ സ്ത്രീകളിൽ നിന്ന് ആവശ്യം ഉണ്ടാകണം. അത് ദൈവം സഹായിച്ച് നാളിതുവരെ ഉണ്ടായിട്ടില്ല. ഒരൊറ്റ ക്ഷേത്രമാണ്, ബാക്കി എവിടെയും പോവാം. ഈ ഒരൊറ്റ ക്ഷേത്രത്തിന്റെ ഒറ്റ ആചാരമാണ്. ഇനിയിപ്പോ കടുമധുര പായസം നേദിക്കുന്നിടത്ത് എനിക്ക് സൗകര്യമില്ല, ഞാൻ പാൽപ്പായസം നേദിക്കുള്ളൂ എന്ന് വാശി പിടിച്ചിട്ട് നമ്പൂരി അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പിന്നെ എന്തിനാണ് താന്ത്രിക വിദ്യ? എന്തിനാണ് വ്യവസ്ഥയും വെള്ളിയാഴ്ച എന്നൊക്കെ പറയുന്ന കാര്യങ്ങള്? ഇതാണ് ഇവിടെ. അപ്പൊ ഒന്ന്, സ്ത്രീകൾ ആവശ്യപ്പെട്ടിട്ടില്ല. 2, സ്ത്രീകൾ ഇനി ആവശ്യപ്പെട്ടെന്ന് ഇരിക്കട്ടെ, പോണോ പോണ്ടെന്ന് ആരാ തീരുമാനിക്കേണ്ടത്? വിശ്വാസികളായ സ്ത്രീകള്, വിശ്വാസികളായ ഹിന്ദു ആചാര്യന്മാര്, വിശ്വാസമുള്ളവരുടെ ഹൈന്ദവ സംഘടനകള്, ആ വിശ്വാസമുള്ളവരുടെ ക്ഷേത്രങ്ങളെ പൂജാതി കാര്യങ്ങൾ നിർണയിക്കുന്ന തന്ത്രിമാര്, ആചാര്യ പരമ്പര, സന്യാസിമാര്, സർവോപരി ഇവരൊക്കെ കൂടിയിരുന്ന് ഒരു തീരുമാനമുണ്ടാക്കിയാൽ അത് ഈശ്വരഹിതമാണോ എന്ന് നോക്കുന്നതിന് പക്ഷപാതരഹിതനായ ഒരു ജ്യോതിഷി, അങ്ങനെ ഒരു ദേവഹിതം കൂടി നോക്കിക്കൊണ്ട് തീരുമാനിക്കേണ്ട കാര്യത്തിലാണ് സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യണമെന്ന കൃത്യമായ അജണ്ടയോടുകൂടി ആൾക്കാർ തലയിടണത്. അല്ലേ? ഇവിടെ ചുരിദാറിട്ട് കയറാൻ പറ്റുമോ? നമ്മൾ സർവ്വവ്യാപിയായ ദൈവത്തിനെ നമ്മൾ ഇത്ര ചെറുതാക്കണോ? സർവ്വവ്യാപിയായ ഈശ്വരൻ ഇല്ലേ, നമ്മുടെ മനസ്സിൽ കളിക്കണ ഈശ്വരൻ നിങ്ങൾ കുപ്പായ എടുത്തിട്ടുണ്ടോ നോക്കാൻ നടക്കുകയാണോ? ഏത് കുപ്പായിട്ട് കയറിയ എന്താ? അന്തസ്സും അഭിജാത്യം വേണം, വൃത്തികെട്ട രീതിയിലാവരുത്, വൾഗർ ആവരുത് എന്നേ ഉള്ളൂ അല്ലേ? അപ്പൊ അത് ചുരിദാറിട്ട് കയറിയ എന്താ കുഴപ്പം? തന്ത്രിക്ക് തറ്റെടുത്ത് കയറാം, 1.5 എടുത്ത് പെണ്ണുങ്ങൾക്ക് കയറാമെങ്കിൽ വൃത്തിയായ വസ്ത്രധാരണം, അതാണ് അതിന്റെ മാനദണ്ഡം, ശുദ്ധിയായ വൃത്തിയായ വസ്ത്രധാരണം. അപ്പൊ നമ്മളുടെ ഇടയിൽ ഇത് പ്രശ്നം ഉണ്ടാക്കുകയാണ്. കുറച്ചു പേരെ ഏറ്റുപിടിക്കും, കുറച്ചു പേരെ എതിർക്കും. അപ്പൊ എന്തായി? അങ്ങനെ സംഭവിക്കുന്നത് എന്താണ്? ഇതൊക്കെ നടക്കും. പക്ഷെ ഇതിന്റെ ഇടയില് നഷ്ടപ്പെടുന്നത് ഈ സംസ്കാരത്തിന്റെ വേരുകളാണ് മുറിഞ്ഞു പോണത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ സംഭവിച്ചത് അതാണ്. ഈ തല്ലുണ്ടായപ്പോ നഷ്ടപ്പെട്ടത് എന്താണ്? ഒരു വംശം. ഇന്ന് ഈ ഉത്തർപ്രദേശിൽ ഇതേ യാദവന്മാരുടെ പരമ്പര എന്ന് അഭിമാനിക്കുന്ന ഉത്തർപ്രദേശിലെ അച്ഛനും മകനും കൂടി തല്ലാണ്. അച്ഛനും മകനും കൂടി ആരെ പുറത്താക്കുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? വംശനാശത്തിന്റെ അവിടെ രാഷ്ട്രീയ വംശനാശത്തിന്റെ തലവണം നമ്മൾ കാണുന്നത്. നന്നാവാം, ചീത്തയാവാം, നമുക്കതില് നമ്മുടെ സംസ്ഥാനമല്ല, നമുക്ക് ബാധകമല്ല. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? ഈ ഭാരതത്തിലെ മുത്തശ്ശി പാർട്ടിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയിലെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പാട്ട് പാടി കൊടുങ്ങല്ലൂർ ഭരണി ആഘോഷിക്കണം നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ആ
പാർട്ടി അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിനാണ് നാശം. ഇങ്ങനെ സംസ്കാരത്തെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന വിലോമ ശക്തികൾ എന്നുമുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ്. പ്രത്യേകിച്ച് അതിന് വളം വെക്കുന്നത് മദ്യവും മധുരയും തുടങ്ങിയിട്ടുള്ള ആസക്തിയുടെ കാര്യങ്ങളാണ്. അതുകൊണ്ട് ആസക്തിയിൽ നിന്ന് അനാസക്തിയിലേക്ക് കടക്കാൻ ഈ അധ്യായവും പ്രകരണവും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോ ഇനി ഈ തർക്കങ്ങള് ഇതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ശ്രീകൃഷ്ണൻ ബലരാമനെ അന്വേഷിച്ചു പോണേ. അപ്പൊ അദ്ദേഹം പ്രഭാസ തീർത്ഥം ദ്വാരകയ്ക്ക് അടുത്തുള്ള, സോമനാഥനും ദ്വാരകയ്ക്കും ഒക്കെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. സരസ്വതി നദി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഒരു ഭാഗമാണ്. നല്ല ഭംഗിയാണ് അവർ കാണാൻ. ദൈവം സഹായിച്ച് ഞാനൊന്ന് കാണണ്ടായി. അപ്പൊ അവിടെയാണ് ഇദ്ദേഹം ഇരുന്ന് ഈ സമാധിസ്ഥനായിക്കൊണ്ട് തന്റെ ശരീരത്തിൽ നിന്ന് ചൈതന്യത്തെ അനന്തന്റെ രൂപത്തിൽ, അനന്തനാണ് അദ്ദേഹം, അനന്തന്റെ രൂപത്തിൽ, ഒരു പാമ്പിന്റെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ജീവചൈതന്യം പുറത്തേക്ക് പോയിട്ട് വൈകുണ്ഠത്തിൽ പോയിട്ട് ഭഗവാനെ ഇങ്ങനെ വെൽക്കം ചെയ്യാൻ അവിടെ പര്യങ്കമായിട്ട് ഇരിക്കാൻ വേണ്ടി പോവുകയാണ് അനന്തൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവത്യാഗം കഴിഞ്ഞപ്പോഴ് ദാരുകൻ എന്ന് പറയുന്ന തന്റെ തേരാളിയെ, തന്റെ ഡ്രൈവറെ അദ്ദേഹം പറഞ്ഞയക്കുകയാണ്. യദുക്കളുടെ അടുത്ത് പോയിട്ട് വിവരം പറയണം. ദ്വാരകയിൽ പോയിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് അർജുനനെ കൊണ്ടുവന്ന് ദ്വാരകയിലുള്ള സ്ത്രീകളെ മുഴുവൻ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ പറയണം. ഇനി അദ്ദേഹത്തിന്റെ സ്വർഗാരോഹണമാണ് നമുക്ക് കാണാനുള്ളത്. ആ സ്വർഗാരോഹണത്തിന്റെ സമയം, ആ കൃത്യസമയം, മുഹൂർത്തം അദ്ദേഹം കാണുന്നത് ബലരാമന്റെ ദേഹത്യാഗം കഴിഞ്ഞപ്പോഴാണ്. ആ മുഹൂർത്തത്തിലാണ് തന്റെ കാലമായി, ഇനി തിരിച്ചു പോകാനുള്ള സമയമായി എന്ന് അറിഞ്ഞുകൊണ്ട് ഒരാൽമരച്ചോട്ടില്, പ്രത്യേകമായ ഉപധാനങ്ങളൊന്നുമില്ലാതെ ഒരാൽമരച്ചോട്ടിൽ ഇരിക്കുകയാണ്. ഇത് മനോഹരമായിട്ടുള്ള ഒരു ഇരിപ്പാണ്. 2 മഞ്ഞപ്പട്ട്, ഒരെണ്ണം ഉടുക്കാനും ഒരെണ്ണം പുതയ്ക്കാനും, വനമാല എല്ലാം ഉണ്ട്. പ്രഭാപൂരം ചൊരിയണ മുഖം. ആ ഇടത്തേക്കാല് വലത്തെ തൊടയിലേക്ക്, ഇടങ്കാല് വലങ്കാൽ തൊടയിലേക്ക് വെച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു ഈശ്വര രൂപമായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുന്ദരസ്മിത വക്രാബ്ജൻ നീലകുന്തള മണ്ഡിതൻ പുണ്ടരീകാഭിരാമാക്ഷൻ സ്ഫുരൻ മകരകുണ്ടലൻ വനമാലാവൃതാകാരൻ ശംഖചക്രാദി പൂണ്ടവൻ പങ്കജാരുണ പാദത്തെ വലം തുടയിൽ വെച്ചവൻ, പങ്കജാരുണ പാദത്തെ വലം തുടയിൽ വെച്ചവൻ. അങ്ങനെയാണ് അദ്ദേഹം ഇരിക്കുന്നത്, പോകാൻ റെഡിയായിട്ട്. ആ ഇരിപ്പാണ് അദ്ദേഹത്തിനെ അവസാനത്തിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോ ആ കാല്, മനോഹരമായ ആ ചുമന്ന കാലുകൾ കാണുമ്പോഴാണ് ജര എന്ന് പേരുള്ള ഒരു കാട്ടാളൻ, ഒരു വ്യാധൻ, നേരത്തെ മത്സ്യത്തിൽ നിന്ന് കിട്ടിയ അതേ ഇരുമ്പുലക്കയുടെ കഷ്ണം അമ്പില് ആക്കിക്കൊണ്ട് ഈ കാലിലേക്ക്, അതൊരു മാനിന്റെ മുഖമാണ്, കാലിനെ മുഖമായി കാല്, ഭഗവാന്റെ കാല് പോലൊരു മുഖമാണ്, കാലിനെ മുഖമാക്കി തെറ്റിദ്ധരിച്ചിട്ട് മാനിന്റെ മുഖമാണെന്ന് കരുതി അമ്പെയ്യാണ്. അമ്പെയ്ത് ഈ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഇരയെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ ചതുർബാഹുവായിട്ടുള്ള ആ ഈശ്വരന്റെ രൂപം കാണുന്നത്. ഏതോ ഒരു ജന്മാന്തര സുഹൃതം കൊണ്ട് താൻ അമ്പെയ്തത് ഈശ്വരനെ തന്നെയാണ് എന്നൊരു തിരിച്ചറിവ് ഈശ്വരന്റെ മുന്നിലെത്തി നിൽക്കുന്ന ജരയ്ക്ക്, ഈശ്വരനെ തന്റെ അമ്പ് കൊണ്ട് സ്പർശിച്ച ജരയ്ക്ക് താൻ നിൽക്കുന്നത് ഈശ്വരന്റെ മുന്നിലാണ് എന്ന ആ ഒരു ബോധം. ഇത്രയും നാള് ശ്രീകൃഷ്ണന്റെ മുമ്പിൽ നിന്ന് ആർക്കും ശ്രീകൃഷ്ണൻ ഈശ്വരനാണെന്ന് പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറഞ്ഞോ? ഈശ്വരനാണെന്ന് പറഞ്ഞിട്ടല്ല കാണുന്നത്. വ്യാസമഹർഷിയുടെ വർണ്ണനയിലേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ കൃഷ്ണൻ കൃഷ്ണനായിരുന്നു. പക്ഷേ ഈ ജരയുടെ മുന്നിൽ ആ ഈശ്വരനെയാണ് ആ ജര കാണുന്നത്. അപ്പൊ അദ്ദേഹം സമസ്താപരാധം പുറത്ത് മാപ്പപേക്ഷിക്കുമ്പോ കൃഷ്ണൻ പറയണത്, സാരല്യ, ഞാൻ വിചാരിച്ചു തന്നെയാണ് നീ ചെയ്തത്. കാരണം ഇത് എന്റെ കൂടി ഒരാവശ്യമായിരുന്നു. ഇത്രയും നാള് ജീവിതത്തിൽ 125 വർഷത്തോളം ജീവിച്ച ശ്രീകൃഷ്ണൻ, ലോകത്തെ എല്ലാവർക്കും നന്മയും സ്നേഹവും സേവനവും ചെയ്തു കൊടുത്ത, സഹായം ചെയ്തു കൊടുത്ത ശ്രീകൃഷ്ണനെ തിരിച്ച് സഹായിക്കാനുള്ള ഭാഗ്യമുണ്ടായത് തന്റെ തിരോധാനത്തിന് വേണ്ട കരുനീക്കമായി ഒരു അമ്പ ചെയ്തുകൊണ്ട് ആ ഈശ്വരനെ സഹായിക്കാനുള്ള ഭാഗ്യമുണ്ടായത് ഭാഗവതത്തിൽ നമ്മൾ കാണുന്ന ഈ ജരയ്ക്ക് മാത്രമാണ്. അതാണ് അതിന്റെ വ്യത്യാസം. അതുകൊണ്ട് തന്നെ ആ ജര, ഈശ്വരനെ, കൃഷ്ണനെ ഈശ്വരനാകാൻ സഹായിച്ച ആ ജര, കൃഷ്ണനെ ശ്രീകൃഷ്ണനാക്കി മാറ്റിയ ആ ജര, ആ വ്യാധൻ ഈശ്വരാനുഗ്രഹത്തോടു കൂടി നേരെ സ്വർഗത്തിലേക്ക് പോവുകയാണ്. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. എത്ര പേരുണ്ടായി അദ്ദേഹത്തിന്റെ കൂടെ? ആർക്കാണ് അദ്ദേഹത്തിനെ പറഞ്ഞയക്കാനുള്ള ഒരു
പൂർണ്ണ മനുഷ്യത്വത്തിലേക്ക്. പൂർണ്ണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്, പിന്നെ മനുഷ്യനില്ല. ആ പൂർണ്ണ മനുഷ്യത്വം അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവസാനത്തെ കള്ളിയിൽ നിന്ന് ഒന്ന് എറ്റി പുറത്തേക്ക് ചാടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് ഈ ജരയ്ക്ക് മാത്രമാണ്. അപ്പോ പറയുന്നത്, കഴിഞ്ഞ ജന്മത്തില് ബാലിയെ അമ്പെയ്തതിന്റെ ആ ഒരു കടം വീടലാണ് ഇവിടെ നടക്കുന്നത്. ത്രേതായുഗത്തിലെ ശ്രീരാമൻ ഒളിഞ്ഞു നിന്ന് അമ്പെയ്ത് ബാലിയെ വധിച്ചതിന്റെ, അതാണ് ശ്രീകൃഷ്ണ വിലാസത്തിൽ മനോഹരമായിട്ടൊരു ശ്ലോകം പറയുന്നുണ്ട്. ജനോഹിയ കർമ്മ കരോതി, ജനോഹിയ കർമ്മ കരോതി യാദൃശം സ സർവഥാ താദൃശമശ്നുതേ ഫലം. ജനം എങ്ങനത്തെ പ്രവൃത്തിയാണോ ചെയ്യണത് അതിനനുസരിച്ചുള്ള ഫലം കിട്ടും. ഉദാഹരണം, ബലി പുരാബദ്ധ്യതയേന ദാനവ സ ലോകനാഥോപി യഥാപബന്ധനം. ഉലുഖല ബന്ധനവുമായിട്ട് ബന്ധപ്പെട്ടെടുത്ത പറയണത്. മഹാബലിനെ ബന്ധിച്ചിട്ടാണ് ഈ മൂന്നാമത്തെ കാലമൊക്കെ വെക്കണത് വാമനൻ. അപ്പൊ എന്തുണ്ടായി? ഇപ്പൊ കണ്ടില്ലേ, ശ്രീകൃഷ്ണനായിട്ട് വന്നപ്പോ യശോദ ഒരലിമ്പില് കെട്ടിട്ടില്ലേ, അവിടെ കെട്ടിട്ടേന് ഈ ജന്മത്തില് തിരിച്ചു കിട്ടി. കർമ്മഫലം അനുഭവിക്കാതെ പോവാൻ പറ്റില്ല. ഇവിടെ എന്താ സംഭവിക്കണത്? ത്രേതായുഗത്തില് അമ്പെയ്ത് ബാലിയെ കൊന്ന, ഒളിയമ്പെയ്ത് ബാലിയെ കൊന്നതിന് ഏതാണ്ട് ഒളിയമ്പ് പോലെ മുഖം കണ്ടിട്ടല്ല ഇദ്ദേഹം എയ്യണത്. ആ ഒളിയമ്പെയ്ത് തിരിച്ച് കർമ്മഫലം തനിക്ക് അനുഭവിക്കാനും തിരിച്ച് പ്രതികാരം ചെയ്യാനുള്ള ഒരു അവസരം ഈ ജരയ്ക്ക് കൊടുക്കാനും ഈശ്വരന് കഴിഞ്ഞു എന്ന്. അവിടെയാണ് ആ പൂർണ്ണമാവണത്. ജന്മ അവതാരത്തിന്റെ ഒരു പൂർണ്ണതയാണ്. കാരണം ത്രേതായുഗത്തിലെ രാമൻ കഴിഞ്ഞിട്ടാണ് ശ്രീകൃഷ്ണനിലെത്തണത്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ശ്രീകൃഷ്ണന്റെ അവതാരോദ്ദേശം പൂർണ്ണമാവണമെങ്കിൽ ആ പഴയ ജന്മത്തിലത്തെ കടവും കൂടി ഒന്ന് വീട്ടണം. ഇതെല്ലാം ചെയ്ത് ആ ഒരു ചാക്രികമായിട്ടൊരു പ്രദക്ഷിണീകൃതമായി മാറ്റിയാണ് അദ്ദേഹം. കർമ്മകാണ്ഡത്തിന്റെ പൂർണ്ണത, ചാക്രികമായ ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ഇനി എന്തുകൊണ്ട് ഈ കാലിൽ അമ്പെയ്തതിന്റെ ഒരു കഥ, ഒരു ചെറിയ കഥയും കൂടി കേട്ടിട്ടുണ്ട്. എനിക്ക് കേട്ടിട്ടുള്ളതേ ഉള്ളൂ, ഞാൻ വായിച്ചെടുത്തതല്ല, നേരം കിട്ടിയില്ല. ദുർവാസാവിന് പണ്ട് ഈ ശരീരത്തിൽ മുഴുവൻ ഒരു പായസം, പാൽപ്പായസം പുരട്ടി കൊടുത്ത്, ശരീരത്തിന് എപ്പോഴും നമ്മൾ നവരച്ചോറ് തേക്കണ മാതിരി പായസം തേക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലേ തൊരി നന്നാവാനായിട്ട്. അപ്പൊ പായസം തേച്ചു കൊടുക്കാൻ ദുർവാസാവ് ശ്രീകൃഷ്ണനോട് ആവശ്യപ്പെട്ടു എന്നും, അങ്ങനെ ആ പായസമൊക്കെ തേച്ചു കൊടുത്താൽ ശരീരത്തിന് ദൃഢത കൈവരുന്നതാണ്, ഫ്ലെക്സിബിലിറ്റി, ആ സോഫ്റ്റ്നെസ് പോയിട്ട് ശരീരം സംരക്ഷിക്കപ്പെടുന്നതാണ് സങ്കല്പം. അപ്പൊ അങ്ങനെ ഈ പായസം തേച്ചു കൊടുത്ത് കംപ്ലീറ്റ് കൃഷ്ണൻ തേച്ചു കൊടുത്തു. തേച്ചൊക്കെ കൊടുത്ത് അദ്ദേഹം അങ്ങനെ നിൽക്കില്ലേ മഹർഷി, കാലിന്റെ അടിഭാഗം മണ്ണിലായി പോയി. അപ്പൊ ആ കാലിന്റെ അടിയിൽ തേക്കാൻ പറ്റിയില്ല. ഈ തേപ്പിന്റെ സുഖമൊക്കെ കഴിഞ്ഞ് ദുർവാസാവ് നോക്കിയപ്പോ എന്റെ കാലിന്റെ അടിയിൽ തേച്ചില്ല അല്ലേ, എന്താ ചെയ്യാ, നിവൃത്തിയില്ല, അനുഭവിക്കാണ്ട് നിവൃത്തിയില്ല. എന്റെ കാലിന്റെ അടിയിൽ തേക്കാത്തോണ്ട് എന്റെ കാലിന്റെ അടിയിൽ കൂടിയാവും എന്റെ മരണം എന്ന് കൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട് അത്രേ. ഞാനൊരു ഇത്രേ ചേർക്കണേ, കൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ടത്രേ. എന്റെ കാലിന്റെ അടിയിൽ തേക്കാത്തോണ്ട് എന്റെ കാലിന്റെ അടി പ്രൊട്ടക്റ്റഡ് ആവുന്നില്ല, സംരക്ഷിതമാകുന്നില്ല. അതുകൊണ്ട് നിന്റെ കാലടിയിലൂടെ നിന്റെ മരണം ഉണ്ടാകും എന്നതിനുള്ള ഒരു സൂചനയായിട്ട് ഇതെടുക്കാം. അതുകൊണ്ടായിരിക്കണം ഏറ്റവും ഫ്ലെക്സിബിൾ. ബാക്കിയുള്ള ശരീരത്തിന് ഒന്നും ഭേദിക്കാൻ ജരയ്ക്ക് സാധിക്കില്ല. കാരണം കവചിതമല്ലാത്ത ഒരേ ഒരു ഭാഗം എന്ന് പറയുന്നത് ഏതോ ഈ കാലടി മാത്രമായിരുന്നു. ആ കാലടിയിലൂടെയാണ് മരണത്തിലേക്ക് അല്ലെങ്കിൽ തിരോധാനത്തിലേക്ക് ശ്രീകൃഷ്ണനെ പറഞ്ഞയക്കുന്നത് അല്ലെ. പല കഥകളും ഉണ്ട് ഇതുപോലെ ബന്ധപ്പെട്ടിട്ട്. ദുര്യോധനന്റെ തന്നെ കഥ പറയുന്നുണ്ട്. ദുര്യോധനൻ ഗാന്ധാരി ദുര്യോധനെ ഒന്ന് അവസാനം എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാന്ന് വിചാരിച്ചിട്ട് അനുഗ്രഹിക്കാൻ വേണ്ടി വിളിക്കണോ, ഞാൻ നീട്ടി പറയുന്നില്ല സമയമില്ലാത്തത്. അപ്പോ രാത്രിയുടെ മറവില് നീ എന്റെ മുന്നില്, ഗാന്ധാരി കണ്ണുകെട്ടി നിൽക്കുന്ന സ്ത്രീയാണ്. അമ്മ ആ കുട്ടികളെ കുഞ്ഞുനാളില് പോലും എന്താ പറയാ അടിയിൽ കിടന്ന് മൂത്രം ഒഴുക്കി അപ്പിടെ ചെയ്യുന്ന കാലത്തും കൂടി ഈ കുട്ടികളുടെ ശരീരം ഒന്നും ഓമനിച്ച് കണ്ടിട്ടില്ല. ആ അമ്മ മകനോട് പറയാണ്, ഞാൻ നിന്നെ 100% സുരക്ഷിതനാക്കാനുള്ള അനുഗ്രഹം തരാം, പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നീ പൂർണ്ണ നഗ്നനായിട്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്കണം. അങ്ങനെ രാത്രി പടപ്പാളയത്തിൽ നിന്ന് ഏതാണ്ട് തോൽക്കുന്ന ഉറപ്പായ ഒരു സാഹചര്യത്തിൽ ഗതി കെട്ടിട്ട് ദുര്യോധനൻ രാത്രി അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ പതുക്കെ 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 1 2 3 എന്ന് പറഞ്ഞ് നടന്നു പോവാണ്. അപ്പൊ പോകുമ്പോ ആള് മോശമില്ലാത്ത സ്ഥിതിക്ക് ശ്രീകൃഷ്ണൻ സംഗതി വീക്ഷിക്കുന്നുണ്ട്. ഇതെന്താ ഈ രാത്രി ഒരു യാത്ര, എന്നാ ശരി നോക്കാം. അപ്പൊ ഇങ്ങനെ പോവാണ്. അപ്പൊ പതുക്കെ പതുക്കെ പോയിട്ട് വിളിച്ചു. അല്ല എങ്ങട്ടാ ചോദിച്ചാൽ അമ്മയുടെ അടുത്തേക്കാണ്. നാണവും മാനവും ഉണ്ടോ സുഹൃത്തെ, ഈ തുണിയും ഒരു എന്താ പറയാ നൂൽ ബന്ധമില്ലാണ്ടാണോ അമ്മയുടെ അടുത്തേക്ക് പോണേ? അമ്മേനെ അപമാനിക്കലല്ലേ ഇത് ഒരു സ്ത്രീയുടെ മുന്നിൽ. അത് അമ്മയാണെങ്കിൽ പോലും മുതിർന്നൊരു പുരുഷൻ ഈ നൂൽബന്ധം ഇല്ലാണ്ടേ പോവാന്ന് പറഞ്ഞാൽ മോശമല്ലേ?
അപ്പൊ ദുര്യോധന രണ്ടാമതൊരു ചിന്ത വന്നു. അച്ഛനും മകനും കഴുതയെ വാങ്ങാൻ പോയ കഥ മാതിരി. അത് ശരിയാണല്ലോ, ഒന്നുമില്ലാണ്ടപ്പോ എങ്ങനെയാ പോവുക? മനുഷ്യ ഒരു അടിവസ്ത്രമെങ്കിലും ഇട്ടിട്ട് പോയിക്കൂടെ, ഒരു ലങ്കോട്ടിയോ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് പോയിക്കൂടെ ചോദിച്ചു. അപ്പോഴാണ് ദുര്യോധനന് തോന്നിയേ, ശ്രീകൃഷ്ണന്റെ കുബുദ്ധിയാണെങ്കിലും കൗശലമാണെങ്കിലും ശ്രീകൃഷ്ണൻ എല്ലാം അങ്ങനെയാണ്, ചിരിച്ചോണ്ടും കളിച്ചോണ്ടും കൗശലത്തിലൂടെയാണ് കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുക. അപ്പൊ ദുര്യോധനന് തോന്നി, ശരിയാണ്, എന്തെങ്കിലും ഒന്നില്ലാണ്ട് പോയാൽ മോശമല്ലേ വെച്ചിട്ട് ഒരു അടിവസ്ത്രം ചുറ്റിയിട്ട് പോയി. അവിടെ ചെന്നിട്ട് അമ്മ കണ്ണ് തുറക്കുമ്പോഴേക്കേ ഞാൻ ഇതങ്ങനെ അഴിച്ചു മാറ്റിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ രാജാവിനെ കാണുമ്പോൾ കവാത്ത് മറന്നമാതിരി അവിടെ ചെന്നിട്ട് അമ്മ ചോദിച്ചു, മോനെയൊക്കെ റെഡിയല്ലേ ചോദിച്ചു. ഈ കണ്ണിന്റെ കെട്ടഴിക്കാൻ പോവുകയാണ് ഗാന്ധാരി. ആ ശക്തിയാണ്, എത്രയോ വർഷം കാണാത്ത കണ്ണിന്റെ ശക്തിയാണ്, കാഴ്ചയിലൂടെ നഷ്ടപ്പെടാത്ത ശക്തിയാണ് ഗാന്ധാരി മകനെ സന്നിവേശിപ്പിക്കാൻ പോണത്. അപ്പോ ആ റെഡിയായി പറഞ്ഞപ്പോ ഇത് അഴിക്കാൻ മറന്നുപോയി. ഗാന്ധാരി തുറന്നിങ്ങനെ കേശാദിപാദം നോക്കി, അരക്കെട്ട് കഴിഞ്ഞ് വന്നപ്പോ എന്താ, തൊടയമ്പിലൊക്കെ തുണിയാണ്. അപ്പൊ ചോദിച്ചു, ഇതെന്താ? അയ്യോ അതിങ്ങനെ എന്ത്, അല്ല അത് കൃഷ്ണൻ. സംഗതി ഗാന്ധാരിക്ക് കാര്യം മനസ്സിലായി. ഇനി എന്താ ചെയ്യാ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ തുണിയുള്ള ഭാഗം നിന്നെ സംരക്ഷിത കവചിതമല്ലാതായി മാറുന്നു പറയുകയും അവസാനം ഭീമസേനനുമായിട്ടുള്ള ഗദായുദ്ധത്തില് ഇതേ ശ്രീകൃഷ്ണൻ തന്നെ ഇങ്ങനെ എന്താ പറയുക, ചിയേഴ്സ് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക, അടി 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 പറഞ്ഞ് അവസാനം അടിക്കണത് എവിടെയാ, അടി 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 പറഞ്ഞ് തൊടയുമിലാണ് അടിച്ചു കൊടുക്കണത്. അപ്പോ ഭീമന് കുറച്ച് ബുദ്ധി ഉള്ളതുകൊണ്ട് ക്ലൂ കിട്ടിയപ്പോ ഭീമൻ വേഗം ദുര്യോധനന്റെ തൊടയടിച്ച് പൊട്ടിച്ചു. പൊട്ടിക്കാൻ കഴിഞ്ഞത് ആ ഭാഗം മാത്രം സംരക്ഷിതം അല്ലാതിരുന്നത് കൊണ്ടാണ്. അപ്പൊ ചില വൾണറബിൾ പോയിന്റ്സ് പറയും. അതാണ് നമ്മള് കാല് കഴുകുമ്പോൾ കാലിന്റെ അടി ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അതാണ് ശരീരത്തിന്റെ ഇത്രയും വലിയൊരു ശരീരത്തെ താങ്ങി നിന്ന് ബാലൻസിൽ നടത്തിക്കൊണ്ടു പോകുന്നത്, ചലിപ്പിക്കുന്ന ഈ കാല് നമ്മൾ പലപ്പോഴും കാല് വരെ കഴുകും, കാലിന്റെ അടി ശ്രദ്ധിക്കാറില്ല. അതിപ്പോ കാലിന്റെ അടിയിൽ ഇനി മണ്ണി വെക്കാൻ പോണത്, ഇനിയിപ്പോ എന്തിനാ ഇത്ര പരിചരിക്കുന്നത്? എവിടെയാണ് കാല് കഴുകുമ്പോൾ മടമ്പ് കഴുകണം, അല്ലെങ്കിൽ അതിന്റെ പുറകെ കൂടി കലി കടക്കും എന്നൊക്കെ പണ്ടുള്ളവർ പറയാറുണ്ട്. കാലിന്റെ അടിയില് എണ്ണ പുരട്ടുമ്പോ കാലിന്റെ അടിയില് എണ്ണ പെരട്ടനും കാലിന്റെ പുറടിയില് അടിഭാഗത്തെന്ന് പറയും. അതാണ് ഇവിടെ ശ്രീകൃഷ്ണന്റെ വൾണറബിൾ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഭാഗം ഈ കാലിന്റെ അടിഭാഗമായതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കണത്. അപ്പൊ ജരയുടെ ഒരു ഭാഗ്യം നോക്കൂ, ഒരമ്പ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അത് കൊള്ളണ്ടോടത്ത് കൊള്ളണം അല്ലേ, കൊള്ളണ്ടോടത്ത് കൊണ്ടാലാണ് അതിന്റെ ശരിക്കുള്ള റിസൾട്ട് കിട്ടുള്ളൂ. നേരെ സ്വർഗത്തിലേക്കാണ്, ഒരമ്പ് കൊണ്ടാണ് അദ്ദേഹം പോകുന്നത് നേരെ സ്വർഗത്തിലേക്ക്. പിന്നീട് ദാരുകൻ വരുന്നു, ദാരുകൻ ആ തേര് നിർത്തി ഭഗവാന്റെ ഈ അവസ്ഥ കണ്ട് കരഞ്ഞ് കണ്ണൊക്കെ കലങ്ങി ഇങ്ങനെ നിൽക്കുമ്പോ തേരും കുതിരകളും മുകളിലേക്ക് പോകുന്നു, ഭഗവാന്റെ ആയുധങ്ങൾ രൂപം ധരിച്ചൊക്കെ മുകളിലേക്ക് പോകുന്നു. ഭഗവാൻ ദാരുകനെ പറഞ്ഞയക്കുകയാണ്. ദാരുകനെ പറഞ്ഞയച്ചിട്ട് പറയാണ്, അവിടെ പോയിട്ട് വിവരമൊക്കെ പറഞ്ഞോളൂ, അർജുനൻ സ്ത്രീകളെയൊക്കെ കൊണ്ടുപോകും, ഞാൻ സ്വർഗാരോഹണല്ല സ്വധാമ ഗമനം നടത്തുകയാണ്, തിരിച്ചു പോവുകയാണ്. ഞാൻ അപ്രത്യക്ഷനായി കഴിഞ്ഞാൽ ദ്വാരക വെള്ളത്തിൽ ഞാൻ ഉണ്ടാക്കിയത് എന്നോടുകൂടി പിൻവലിയപ്പെടുകയാണ്, ദ്വാരക വെള്ളത്തിൽ മുങ്ങും. ഇപ്പോഴും ദ്വാരക വെള്ളത്തിലാണ്. പക്ഷെ ആ മുങ്ങുമ്പോൾ ഒരൊറ്റ കണ്ടീഷനായിരുന്നു, ഭഗവാൻ താമസിച്ച ആ ഭവനം മാത്രം വെള്ളത്തിൽ താഴാതെ നിൽക്കുന്നത് നമുക്കിപ്പോഴും അവിടെ കാണാൻ കഴിയുന്നുണ്ട്. വെള്ളത്തിന്റെ അടിയിൽ ദ്വാരകയുടെ അവശിഷ്ടങ്ങളൊക്കെ കാണുമ്പോഴും ഇന്ന് ആർക്കിയോളജിക്കാരും ഖനനക്കാരും കണ്ടുപിടിച്ചപ്പോഴും മുങ്ങി താഴാതെ ഒരൊറ്റ ബിൽഡിംഗ്, ആ പഴയ ബിൽഡിംഗ് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് എന്നത് ചരിത്ര വിസ്മയമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. ഇത് കഥയാണ്, പുരാണമാണ് എന്നൊക്കെ പറയുമ്പോഴും ആ കഥയ്ക്കുള്ളിൽ ചരിത്ര സത്യങ്ങൾ ഉണ്ട് എന്ന് നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇപ്പോഴും നിൽക്കുന്ന പ്രഭാസ തീർത്ഥവും ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്ന ശ്രീകൃഷ്ണൻ താമസിച്ച ആ ഭവനവുമാണ് എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ ദ്വാരകൻ പോയിട്ട് അവിടുത്തെ ആൾക്കാർ കുറെ പേര്, എന്താ അച്ഛൻ അമ്മമാര്, അവരൊക്കെ ജീവൻ അങ്ങടെ യാഗാഗ്നിയിൽ ജീവൻ കളയാണ് പോയി കഴിഞ്ഞപ്പോ. ഇവിടെ ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് ഈ ദ്വാരകൻ പോയി കഴിഞ്ഞപ്പോ എന്താ സംഭവിക്കുന്നത്? ശ്രീകൃഷ്ണൻ ദാരുകൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രഹ്മാവ് ദേവന്മാരൊക്കെ വരികയാണ്. അവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ശ്രീകൃഷ്ണൻ തിരിച്ച് ഭഗവാൻ പിതാമഹം വീക്ഷ്യ വിഭൂതിരാത്മനോ വിഭൂ സംയോജ്യാത്മനിജാത്മാനം പത്മനേത്രേ ന്യമീലയ. ഭഗവാൻ പിതാമഹം വീക്ഷ്യ ബ്രഹ്മാവിനെ കണ്ടപ്പോ വിഭൂതിരാത്മനോ വിഭൂ തന്റേതായ വിഭൂതികളെ, ഭൂതജാലങ്ങളെ, സൃഷ്ടികളെ കണ്ടപ്പോ, ദേവന്മാരെ കണ്ടപ്പോ സംയോജ്യ ആത്മനിജാത്മാനം സ്വന്തം ആത്മാവിനെ യൂണിവേഴ്സൽ ആത്മാവിലെ പരമാത്മാവിലെ വിലയിപ്പിച്ചുകൊണ്ട് പത്മനേത്രേ ന്യമീലയന കണ്ണുകൾ അടയ്ക്കണം. ഞാൻ അതാണ് പറഞ്ഞത്, നിശീധേ തമ ഉത്ഭൂതേ ജായമാനോ ജനാർദ്ദന എന്നതിൽ നിന്ന് സംയോജ്യാത്മനിജാത്മാനം പത്മനേത്രേ ന്യമീലയൽ, കണ്ണ് തുറന്ന കണ്ണനിൽ നിന്ന് കണ്ണടച്ച ശ്രീകൃഷ്ണനിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിലേക്കാണ് ഭാഗവതം നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ ഒരു ഭാഗവത സത്രത്തിലെയോ പാരായണ വഴികളിലെയോ ഏറ്റവും മർമ്മപ്രധാനമായ
സ്വർഗതുല്യമായ ഏറ്റവും ദിവ്യമായ ഒരു അനുഭവത്തിന്റെ മേഖലയാണ് ഭഗവാന്റെ ഈ യാത്ര. കാരണം നമ്മൾ ഇപ്പോൾ കാണുന്നത് തിരിച്ചു പോകുന്ന ശ്രീകൃഷ്ണനെയാണ്. നേരത്തെ പറഞ്ഞു, കൃഷ്ണനിൽ നിന്ന് ശ്രീകൃഷ്ണനിലേക്ക് പൂർണ്ണമാനവനായി മാറിക്കൊണ്ട്, മാനവനിൽ നിന്ന് പൂർണ്ണമാനവനായി മാറിക്കൊണ്ട്, പൂർണ്ണത ഈശ്വരനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ ഈശ്വരീയതയിലേക്ക് സ്വയം ചേക്കേറിക്കൊണ്ട് താൻ ഇല്ലാതാകുന്ന ഒരവസ്ഥ. പക്ഷേ പോകുമ്പോഴപ്പോഴും അദ്ദേഹത്തിന്റെ കർമ്മകാണ്ഡം അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മപത്രമായിട്ട്, അദ്ദേഹത്തിന്റെ സാന്നിധ്യമായിട്ട് ഇവിടെ നിക്ഷേപിച്ചുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ പോകുന്നത്. അല്ലെ, എന്താ ശരിക്കും പറഞ്ഞ ഒരു ഘർ വാപ്പസി, സ്വധാമഗമനം, തന്റെ ആസ്ഥാനത്തേക്ക് തിരിച്ചു പോകുകയാണ്. അതും എങ്ങനെയാ പോകുന്നത്? ലോകാഭിരാമം സ്വതനും ധാരണാധ്യാനമംഗളം യോഗധാരണയ അഗ്നേയ അദഗ്ധ്വാ ധാമാവിശൽ സ്വകം. ധാരണാധ്യാനമംഗളം, ധ്യാനിക്കാനും ഓർമ്മിക്കാനും മനോഹരമായ രൂപമാണ്. 2 പട്ട്, വനമാല, എല്ലാ ആടയാഭരണങ്ങളും കൂടി മനോഹരമായ ശ്യാമള കമലപത്രലോചനോ നീലകുന്തളഭര ശുചിസ്മിത എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ശ്യാമളനാണ്, കറുകയുടെ നിറമുള്ള കാർവർണ്ണൻ. കമലപത്രലോചനാണ്, പത്മനേത്രനാണ്. നീലകുന്തളധരനാണ്, കാർ മേഘ പോലെയുള്ള കൂന്തൽ ഉള്ളവനാണ്. ശുചിസ്മിതനാണ്, മനോഹരമായി പുഞ്ചിരിക്കുന്ന മുഖമുള്ളവനാണ്. അദ്ദേഹമാണ് യോഗധാരണ അഗ്നേയ ദഗ്ധ്വാ ധാമാവിശൽ സുഖം. സാധാരണഗതിക്ക് യോഗാഗ്നിയിലൂടെ സമാധിസ്ഥനായി തന്റെ കുണ്ടലിനി ശക്തിയെ സുഷുമ്നയിലൂടെ മുകളിലേക്ക് കൊണ്ടുവന്ന സഹസ്രാര പത്മത്തിലൂടെ പുറത്തേക്ക് വിട്ട് സ്വയം കത്തിയമർന്നുകൊണ്ട് സ്വയം ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥയല്ല, അതല്ല ശ്രീകൃഷ്ണൻ ആഗ്രഹിച്ചത്. ആ ശരീരത്തെ നശിപ്പിക്കാതെ ആ ശരീരത്തോട് കൂടിപ്പോയി എന്ന് പറയാം. അല്ലെങ്കിൽ ശരീരത്തിൽ ഞാൻ ഭാഗവതും ഭാരതവും തമ്മിൽ അവിടെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം ആ ശരീരത്തെ വിട്ടിട്ട് പോയി, പിന്നീട് അർജുനൻ അത് ചിതയാക്കി എന്നൊരു വശത്ത് ഭാരതത്തിൽ പറയുന്നുണ്ടെങ്കിലും ആധ്യാത്മികമായി നമ്മൾ ഭാഗവതം എടുക്കുമ്പോൾ ആ ചിത്രം നമ്മുടെ മനസ്സിൽ നിർത്തിക്കൊണ്ട് ആ ഈശ്വരൻ അങ്ങോട്ട് പോയി. എവിടേക്കാ പോയത്? സ്വധാമം, വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോ സ്വർഗം ലിമിറ്റഡ്, ഞാൻ പറഞ്ഞു, നിയന്ത്രിതമായ ഒരു ഏരിയയിലേക്കല്ല, അനിയന്ത്രിതമായ അനന്തതയിലേക്കാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. പിന്നെ എന്തുകൊണ്ട് അഗ്നി ഇദ്ദേഹത്തിന്റെ ശരീരത്തെ കത്തിക്കാൻ അഗ്നി ഉപയോഗിച്ചില്ല എന്ന് ചോദിച്ചാൽ, അഗ്നി വളരെ ലോവർ, താഴെ നിലയിലാണ്, പഞ്ചഭൂതങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഗുണാതീതനായ ഭൂതനാഥനായ രാജാവിനെ കൊല്ലാൻ ഇപ്പൊ ഒരാൾക്ക് പ്രജയ്ക്ക് സാധിക്കുമോ? ഗുണാതീതനായ അദ്ദേഹത്തെ ഒരു വെറും ഗുണത്തിൽ നിന്ന് താഴെ കടക്കുന്ന ഈ അഗ്നി, പഞ്ചഭൂതങ്ങളിലെ ഒന്നായ ഒരു അഗ്നിക്ക് എങ്ങനെയാണ് സാധിക്കുക? അപ്പൊ ഗുണാതീതൻ മാത്രമല്ല, ഒരു ഗുണമുള്ളവരത്തെ അഗ്നിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഗുണമില്ല, നിർഗുണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈശ്വരന്റെ. ആ നിർഗുണമായ ഈശ്വരനെ നശിപ്പിക്കാനോ ദഹിപ്പിക്കാനോ അഗ്നിക്ക് സാധിക്കില്ല. മാത്രമല്ല, ആ ജലനത്തിലൂടെ ഈശ്വരന്റെ ആ മുഖം, അല്ലെ, നമ്മൾ അവസാനം കാണുന്ന ആ മുഖം നമ്മൾ എപ്പോഴും ഓർക്കും. ആ മുഖം ഇല്ലാതെ ആയി കഴിഞ്ഞാൽ ഒരു ശൂന്യതയാണ്. ആ ശൂന്യത ഇല്ലാതാക്കാതെയാണ് അദ്ദേഹം പോകുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഇദ്ദേഹം പോയി കഴിയുമ്പോഴാണ് ധർമ്മം, സത്യം, ധൈര്യം, കീർത്തി, ഐശ്വര്യം ഇതൊക്കെ പോവാണ്. കാരണം ഇദ്ദേഹം തടവിട്ട് നിർത്തിയിരുന്നത് കലീനെയായിരുന്നു. ശ്രീകൃഷ്ണന്റെ യാത്രയോടുകൂടി കലി കൂടുതൽ ഭംഗിയായി വിളയാട്ടം തുടങ്ങുന്നു. അങ്ങനെ 5118 കൊല്ലമായിട്ട് നമ്മള് കലിയുടെ കാൽക്കീഴിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ അറിയുന്നുണ്ട്. സത്യമില്ലാത്ത, ധർമ്മമില്ലാത്ത, ഐശ്വര്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്കൊക്കെ അറിയാം. തല്ലും പിടിയും, അല്ലെ, മദ്യം. ഇന്നിപ്പോ തന്നെ എന്തെന്ന് രാത്രി എന്തൊക്കെ ഉണ്ടാവും, DJ പാർട്ടിയും ഒരുപാട് പാർട്ടികൾ നാളെ രാവിലെ കാണാം എവിടേക്ക് എന്തൊക്കെയാണ് മദ്യാസക്തിയിൽ ആൾക്കാർ ചെയ്ത്. അപ്പൊ കലികാല വൈഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള്. ആ കലിയിലേക്ക്, ദ്വാപരത്തിൽ നിന്ന് കലിയിലേക്ക് നമ്മളെ മാറ്റി വെച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അതിനൊരു നീതി പുലർത്തുക? ആ ഈശ്വരനെ നമ്മുടെ മനസ്സിലൂടെ പുനഃസൃഷ്ടിച്ചുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ ഈശ്വര ജീവിതത്തെ പുനർജീവിച്ചുകൊണ്ടും നമുക്ക് കലിയെ അകറ്റാൻ സാധിക്കണം, ധർമ്മത്തെ പ്രതിഷ്ഠിക്കാനും സാധിക്കണം. കാരണം ആ സത്യദർശനമാണ് ഭാഗവതം നമ്മളോട് പറയുന്നത്. ആ സത്യദർശനത്തിലൂടെയാണ് നമ്മൾ മോക്ഷത്തിലേക്ക് എത്തുന്നത്. ലൗകികം കളയണമെന്ന് പറഞ്ഞിട്ടില്ല, ലൗകികത്തിൽ നിന്ന് ജീവിച്ചുകൊണ്ട് ലൗകിക അതീതനായി മാറാൻ ആ മോചനമാണ് നമുക്ക് ആദ്യം വേണ്ടത്. ആസക്തികളിൽ നിന്നുള്ള മോചനം, ആഗ്രഹങ്ങളിൽ നിന്നുള്ള മോചനം, ആ മോചനത്തിലേക്കാണ് മുക്തി. അതാണ് മോക്ഷപ്രകരണമായിട്ടുള്ള, ജീവൻ മുക്തി പ്രകരണമായിട്ടുള്ള ഇത്. അതിലെ ഭഗവാൻ ഭീഷ്മർക്കും സംഭവിച്ചത് അത് തന്നെയാണ്. ഇതുപോലൊരു അവസ്ഥയിലായിരുന്നു ഭീഷ്മര്. ഭഗവാനെ മുന്നിൽ നിർത്തിക്കൊണ്ട്
ധർമ്മം മുഴുവൻ ധർമ്മപുത്രർക്ക് ഉപദേശിച്ച് ശ്രീകൃഷ്ണനെ മുന്നിൽ നിർത്തി ശ്രീകൃഷ്ണന്റെ രൂപം കണ്ണുകൊണ്ട് പിടിച്ചെടുത്ത് കുടിച്ചെടുത്തുകൊണ്ടാണ് ഈ ഭീഷ്മര് ജീവൻ മുക്തനാകുന്നത്. ഇല്ലേ? പ്രതിനയന വിഭിന്നൻ അർക്കനെ പോൽ അഖില ജനസ്സിലും ആത്മകൽപ്പനായി, എല്ലാത്തിലും ആത്മകൽപ്പനായി നിൽക്കുന്ന മരുവിടും അജനാമിവങ്കൽ ഞാൻ ഇന്ന് അധിഗതനായി വിധൂത ഭേദമോഹൻ. എല്ലാ ഭേദഭാവനകളും ഇല്ലാതായിക്കൊണ്ട് ലോകത്തിൽ മുഴുവൻ ആത്മാവായി നിൽക്കുന്ന സൂര്യകിരണം പോലെ എല്ലാറ്റിലും പ്രകാശിക്കുന്ന ആ ഈശ്വരനിൽ ഞാൻ ഇതാ അധിവസിക്കുന്നവനായി മാറുന്നു എന്ന് പറഞ്ഞിട്ടാണ് പരീക്ഷത്തിന് സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് ആ ഒരു മോക്ഷകാമനയില്ല, ഈശ്വരനുമായി അലിഞ്ഞു ചേരുന്ന ഒരു ഭക്തന്റെ പരേശാനുഭവമായ ഈശ്വരാനുഭവമായി ഭക്തിയെ മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണ് ഭാഗവതം നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ പതുക്കെ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിനെയാണ് നമ്മൾ ക്രമീകരിക്കേണ്ടത്. പതുക്കെ ശ്രദ്ധിച്ചു കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് ജീവിതം. ദോശ മറിച്ചിടാൻ ശ്രമിക്കുന്ന അമ്മമാർക്ക് അറിയാം അല്ലേ? ദോശ മറിച്ചിടണം വെറുതെ അങ്ങ് തിരിച്ചിട്ടാൻ പറ്റില്ല. ഒന്ന് ശ്രദ്ധിച്ച് പൊട്ടാതെ ശ്രദ്ധിച്ച് മറിച്ചിടണം. ലൈക്ക് ദി ബ്രേക്കിംഗ് ഓഫ് ദി എഗ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഒരു മുട്ട പൊട്ടിക്കുമ്പോൾ ഫോഴ്സിൽ അടിച്ചു കഴിഞ്ഞാൽ പിസ്കി എന്ന് പറയും. വളരെ പതുക്കെ അടിച്ചാലോ അത് പൊട്ടില്ല. അപ്പൊ കൃത്യമായ ഒരു കണക്ക് വേണം അതിന്, ആ ഒരു ഫോഴ്സ്. അതുപോലെ ആ ഒരു ശ്രദ്ധയോടുകൂടി, വളരെ ബേസിക് അടിസ്ഥാനപരമായ ശ്രദ്ധയോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കാനും പുനഃക്രമീകരിക്കാനുമുള്ള ഒരു നിർദ്ദേശപത്രമായിട്ടാണ് നമ്മൾ ഭാഗവതത്തിനെ കാണുന്നത്. അതാണ് ആത്മശാന്തി. ഇവിടെ തിരോധാനത്തോടു കൂടി ഞാൻ പറഞ്ഞു കൃഷ്ണൻ ശ്രീകൃഷ്ണനാകുന്നു. അതാണ് പൂർണ്ണമാനവൻ. ആ ഈശ്വരനെയാണ് നമ്മൾ ഇത്രയും ദിവസം ഇവിടെ എത്ര പ്രാവശ്യം നിങ്ങൾ വിളിച്ചു കൃഷ്ണന്ന്? എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവൂല്ലേ? കൃഷ്ണ എന്ന് വിളിച്ചിട്ടുണ്ടാവും, നാരായണ എന്ന് വിളിച്ചിട്ടുണ്ടാവും. എത്ര പ്രാവശ്യം ഹരേ രാമ ഹരേ കൃഷ്ണ ചൊല്ലി, എത്ര പ്രാവശ്യം നാരായണായ നമ ചൊല്ലി, എത്ര പ്രാവശ്യം നിങ്ങൾ ആ ഈശ്വരനെ മനസ്സില് കണ്ടുകൊണ്ടേയിരുന്നു അല്ലേ? എന്നിൽ നിന്ന് എന്നിലേക്കുള്ള വഴിയായിക്കൊണ്ട്, എന്നിൽ നിന്ന് എന്നിലേക്കുള്ള വഴിയായിക്കൊണ്ട് എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ കാണാനുള്ള ഒരവസ്ഥ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓരോ പ്രാർത്ഥന ചെല്ലുമ്പോഴും, ശ്രുതിഗീത അടക്കമുള്ള ഓരോ പ്രാർത്ഥന ചെല്ലുമ്പോഴും നമ്മൾ മനസ്സിൽ ഈശ്വരനെ കാണുന്നവരാണ്. രൂപത്തിലാണ് കാണുന്നത്, മാത്രം രൂപമില്ലാതെ കാണുന്നത് വളർന്നിട്ടില്ല. നമ്മുടെ ചെറിയ കണ്ണിന്റെ ഫ്രെയിമിൽ കൂടി, ചെറിയ മനസ്സിന്റെ ഫ്രെയിമിൽ ഇരുത്താൻ പറ്റുന്ന രീതിയിൽ നമ്മൾ റെഡ്യൂസ് ചെയ്തൊരു രൂപമായിട്ടാണ് ഈശ്വരനെ. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചാലക ശക്തിയായിട്ടല്ല, ആ കണ്ണിൽ ഒതുങ്ങുന്ന രൂപമായി, മനസ്സിൽ ഒതുങ്ങുന്ന രൂപമായി ഈശ്വരനെ മാറ്റി ആറ്റി കുറുക്കി എടുത്തുകൊണ്ടാണ് നമ്മളൊക്കെ ഈശ്വര പ്രാർത്ഥന ചെല്ലുന്നത്. ആ പ്രാർത്ഥന ചെല്ലുകയാണ് നമ്മൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കഥകൾ നമ്മൾ കേട്ടു, കഥകളുടെ സന്ദർഭങ്ങൾ കേട്ടു. അതിലെ സ്ഥൂല സന്ദർഭങ്ങളും സൂക്ഷ്മ സന്ദർഭങ്ങളും ചികഞ്ഞ് അന്വേഷിച്ചു. ഒരുപാട് പ്രാവശ്യം ആ രൂപത്തില് നമ്മൾ അഭിരമിച്ചു. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈശ്വരൻ എന്തിനു വേണ്ടി നിലക്കൊണ്ടോ ആ ധർമ്മത്തിലേക്ക് നമുക്ക് പ്രയാണം ആരംഭിക്കണമെങ്കിൽ, ഇവിടെ നിന്ന് കിട്ടുന്ന ഈ അനുഭവങ്ങളും ആശയങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം. ഈശ്വരന്റെ കർമ്മകാണ്ഡം നമ്മുടെ കർമ്മകാണ്ഡമായിട്ട് മാറണം. ഈശ്വരന്റെ ആശയങ്ങൾ നമ്മുടെ ആശയങ്ങളായിട്ട് മാറണം. ഈശ്വരന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളായിട്ട് മാറണം. നമ്മള് ഇഷ്ടമുള്ള ആളെയാണ് അനുകരിക്കുക. ഈശ്വരനെ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഈശ്വരനെ അനുകരിക്കാൻ സാധിക്കും. എന്തിനു വേണ്ടിയാണോ ഒരു അവതാര രൂപിയായ ഈശ്വരൻ നിലനിന്നത്, അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ അനുകരിക്കാൻ സാധിക്കുമ്പോഴേ നമ്മൾ ഈശ്വരനോട് ആത്മാർത്ഥത പുലർത്തുന്നവരായി മാറുന്നുള്ളൂ. ബ്രഹ്മസ്തുതി വരാനിരിക്കുന്നുണ്ട് അടുത്ത സെഷനില്. പിന്നെ ഇതിന്റെ സമാപന സന്ദേശങ്ങൾ കേൾക്കാനുണ്ട്. പക്ഷേ ഈശ്വരൻ നമ്മളുടെ മുന്നിൽ നിന്ന് തിരോധാനം ചെയ്യുന്ന ഒരു സന്ദർഭമാണ് നമ്മളിപ്പോ അയവിറക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഈശ്വരൻ ഇടത്തേക്കാല് വലത്തേക്കാലിൽ കയറ്റിവെച്ച് 2 പട്ട് ധരിച്ചുകൊണ്ട് മന്ദസ്മിതത്തോടുകൂടി പ്രകാശമധ്യസ്ഥിതനായിരിക്കുന്ന ഒരു ദൈവം, നിസ്സംഗനായിരിക്കുന്ന ഈശ്വരൻ, നിഷ്പാപനായിരിക്കുന്ന ഈശ്വരൻ. ആ ഈശ്വരനെ ഒക്കെ നമ്മളുടെ മനസ്സിൽ ഒന്ന് സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സങ്കല്പിക്കുമ്പോഴാണ് നമുക്ക് ഈശ്വരനെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്. ഒരു നിമിഷമെങ്കിലും നമുക്ക് ഒരു കുഡ്മണം പോലെ നമ്മുടെ കൈകൾ കൂപ്പി വെച്ചുകൊണ്ട്, നമ്മുടെ മനസ്സ് ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട്, പത്മനേത്രേ യമീലയിൽ എന്ന് പറഞ്ഞ് ഈശ്വരൻ കണ്ണടച്ചതുപോലെ നമ്മുടെ കണ്ണും നടച്ച് ആ രൂപത്തെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കണം.
ശ്യാമളനായി, പത്മലോചനനായി. ആ ഈശ്വരന്റെ എല്ലാ സൗന്ദര്യവും ഭഗവാൻ മേഴപ്പത്തൂർ ഭട്ടത്തിരിപ്പാട് പറഞ്ഞ സൗന്ദര്യോത്തരതോപി സുന്ദരതരം തുദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ നഖസ്യ കുതുകം പുഷ്ണാതി വിഷ്ണു വിഭോ എന്ന് പറഞ്ഞ ആ മനോഹരമായ രൂപം നമ്മുടെ മനസ്സിലൊന്ന് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കണം. നെഞ്ചത്ത് കൈവച്ച് കണ്ണടച്ച് ആ ഈശ്വരനെ ഉപാസിച്ച്, എൻ്റെ മുന്നിലുള്ളതൊന്നും എൻ്റെ മുന്നിലുള്ളതല്ല, എൻ്റെ ചുറ്റുമുള്ളതൊന്നും എൻ്റെ ചുറ്റുമുള്ളതല്ല, ഈശ്വരൻ മാത്രമാണ് ഇപ്പോഴെൻ്റെ കൂടെയുള്ളത്. ഞാൻ ഇരിക്കുന്നത് ഒരു പ്രകാശവലയത്തിലാണ്. ആ പ്രകാശവലയത്തിൻ്റെ ഉള്ളിൽ എന്നോടുകൂടെ ഈശ്വരൻ മാത്രമേയുള്ളൂ. സംഘങ്ങളില്ലാതെ മോഹങ്ങളില്ലാതെ അനന്തമായിരിക്കുന്ന ആ ഒരു ഈശ്വര ചൈതന്യത്തിൻ്റെ വലയത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ആ ഈശ്വരാനുഭവം ഒരുപക്ഷെ മഹർഷിമാർക്ക് മാത്രം കഴിയുന്ന ഈശ്വരാനുഭവം, വർഷങ്ങളുടെ തപസ്സിലൂടെ നേടാൻ കഴിയാത്ത ആ ഈശ്വരാനുഭവം കേവലം ഒരു നിമിഷത്തേക്കെങ്കിലും ഈശ്വരൻ നമുക്ക് നൽകട്ടെ എന്ന് വിചാരിച്ച് നെഞ്ചത്ത് കൈ ചേർത്ത് കണ്ണടച്ച് നമുക്ക് ആ ഈശ്വരന്റെ രൂപം ഒന്ന് ഉൾക്കൊള്ളാൻ സാധിക്കണം. മനസ്സിൽ ഈശ്വരൻ കളിക്കുന്നത് ആ സ്പന്ദനം നമുക്കറിയാൻ കഴിയണം. നമ്മുടെ ചുറ്റും മനുഷ്യരില്ല, മൃഗങ്ങളില്ല, സസ്യജാലങ്ങളില്ല, യാതൊരു പ്രതിഭാസങ്ങളുമില്ല. ഇവിടെ ഈശ്വരന്റെ പ്രകാശം മാത്രമേയുള്ളൂ എന്ന് ഒരു നിമിഷത്തേക്ക് ആ ഈശ്വരനായി മാറാൻ നമുക്ക് കഴിയണം. അതാണ്. അപ്പോഴാണ് കണ്ടേൻ ഞാൻ പല വേഷമി ഭുവനമാം രംഗത്തിൽ, ഒട്ടേറെ ഉൾക്കൊണ്ടേൻ ഭാവരസങ്ങൾ, ആമലയ്ക്ക് പോൽ സ്വാതുറ്റ വൈരാഗ്യവും. ഉണ്ടേകാന്തമൊരാശ, ഉണ്ടേകാന്തമൊരാശ, കണ്ണു നിറയെ കാണാൻ മയിൽ പീലിതൻ ചെണ്ടേലുന്ന മണിക്കിരീടം, അവസാനത്തെ തിരശീലയിൽ. ഉണ്ടേകാന്തമൊരാശ, കണ്ണു നിറയെ കാണാൻ മയിൽ പീലിതൻ ചെണ്ടേലുന്ന മണിക്കിരീടം, അവസാനത്തെ തിരശീലയിൽ. ഈശ്വരൻ കണ്ണിൽ നിറഞ്ഞ് മനസ്സിൽ നിറഞ്ഞ് ജീവിതത്തിന്റെ അവസാനത്തെ നാഴിക വരെയും നമ്മോട് കൂടെ ഉണ്ടാകണം. നമ പങ്കജനാഭായ, നമ പങ്കജമാലിനെ, നമ പങ്കജനേത്രായ, നമസ്തേ പങ്കജാഘ്രയെ എന്ന് നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഈശ്വരന് സമർപ്പിക്കുന്നു. ആ മനോഹരമായ തിരോധാന സൗന്ദര്യം നമ്മുടെ മനസ്സിൽ നിന്നുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. സംസ്കാരത്തിന്റെ പതാകവാഹകനായി സംരക്ഷകനായി നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ. നമ്മളെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ രാഷ്ട്രത്തെയും ധർമ്മബോധത്തിലൂടെ മുന്നോട്ട് നയിക്കാൻ ആ ധർമ്മ സംസ്ഥാനത്തിന് വേണ്ടി പടിയിറങ്ങി വന്ന അദ്ദേഹം അവതാര പുരുഷൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അത് മാത്രമേ നമുക്ക് കൈ മുതലായിട്ടുള്ളൂ. ആ ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി സമസ്താപരാധവും പുറത്ത് കാത്തുരക്ഷിക്കണേ എന്ന് ഈശ്വരനോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ആ ഈശ്വര ചൈതന്യത്തിന്റെ മുന്നിലും നിങ്ങളുടെ മുന്നിലും സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.